Flowers Adiradi Ulsav Dubai 2026. Get ready Dubai. 24 Newsum Headline Arabian Mediaയും Epic Eventsum 10x Propertiesum ചേർന്നൊരുക്കും. ഓഗസ്റ്റ് 22 ശനിയാഴ്ച വൈകുന്നേരം 6 മണി മുതൽ Al-Aghli Club, Stadium Metro Station, Al-Qusais, Dubai. Tickets are available on your tickets. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്ക് 971-56-478-8475. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയുടെ വേദിയിൽ ഇനി അടുത്ത സ്കിറ്റുമായി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന ഒരു പവർഫുൾ ടീമാണ്. മറ്റാരുടെ അല്ല, നമ്മുടെ ചിത്തൻ ചേട്ടന്റെ ടീം. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കൂ. നമുക്ക് സ്വാഗതം ചെയ്യാം ചിത്തൻ ചേട്ടൻ, ബിനുരാജ് ചേട്ടൻ, കൂടെ വിനോദ് തൈക്കാട്ടുശ്ശേരി. ഒരു പാട്ടിലെ പനിമതിയോടമേറി പഴയൊരു പാട്ടിലെ തോണിക്കാരിയ പനിമതിയോടമേറിയൻ ചാരേ അല്ല, ഞാൻ അറിയാൻ വയ്യാത്തൊരു തനിക്ക് എന്തോത്തിന്റെ സോടോ താൻ എന്തിനാണ് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? ഇന്ന് എന്തെങ്കിലും ഒരു തീരുമാനം അറിയണം. എന്ത് തീരുമാനം അറിയാൻ? എന്നെ എത്ര ദിവസം ഒന്ന് ആഹാരം കഴിച്ചിട്ടുണ്ടെന്ന് അതിന്റെ താൻ ആഹാരം കഴിക്കുമ്പോൾ ഞാൻ വാ വന്ന് പൊത്തി പിടിക്കുന്നുണ്ടോ? ഞാനൊന്ന് ഉറങ്ങിയിട്ട് എത്ര ദിവസം എന്നറിയാം. ഇത് ഉറങ്ങുമ്പോൾ ഞാൻ വന്ന് വെള്ളം കോരി ഒഴിക്കുന്നു തന്നെ. എനിക്ക് ഇന്ന് സത്യാവസ്ഥ എനിക്കിന്ന് അറിഞ്ഞണം. അറിഞ്ഞിട്ട് ഞാൻ നാട്ടുകാർ കേട്ടാൽ എന്തോ പറയും, എന്റെ ഗീത ചേച്ചി എന്തൊരു ശല്യമാണെന്ന് നോക്ക് പോലും. ഞാൻ പച്ചക്കറി കടയിൽ പോയാൽ എന്റെ പുറകെ വരും, മീൻ കടയിൽ പോയാൽ എന്റെ പുറകെ വരും. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയപ്പോൾ എന്റെ കൂടെ അതിനകത്ത് കയറി വന്നേക്കുന്നു. ഞാൻ രാവിലെ ഒരുങ്ങി ബസ് സ്റ്റോപ്പിൽ വന്നപ്പോൾ കുറ്റി അടിച്ചോലെ അവിടെ നിൽക്കുന്നു. എന്റെ കൂടെ ബസ്സിൽ കയറി ഞാൻ ഇറങ്ങി സ്റ്റോപ്പിൽ ഇറങ്ങി താണ്ട ഞാൻ ജോലി ചെയ്യുന്ന ബാങ്കിൽ വന്ന് നിൽക്കുക. പറഞ്ഞിട്ടില്ല, അയാൾക്ക് ആഹാരം ഇറങ്ങുന്നില്ല, ഉറക്കമില്ല. ഞാൻ മറുപടി പറയണം. കേൾക്കുന്ന നിങ്ങളെന്തോ വിചാരിക്കുന്നത് എന്നെ പ്രപ്പോസ് ചെയ്തിട്ട് അതിന്റെ മറുപടിയാ ചോദിക്കുന്നതെന്ന് അല്ല. ഈ ബാങ്കിൽ പുള്ളിക്കാരൻ ഒരു ലോണിനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണം, അതിനുള്ള ശ്രമമായി നടക്കുന്നത്. എടാ, തന്നോട് 1000 പ്രാവശ്യം പറഞ്ഞു ഇത് ഞാൻ വിചാരിച്ചാൽ നടക്കത്തില്ല, മാനേജർ വിചാരിക്കണം. എനിക്ക് എങ്ങനെയാലും എന്റെ ലോൺ റെഡിയാക്കി താ. ഒന്ന് തന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ പേപ്പർ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പേപ്പർ ഞാൻ വീട്ടിലിടാറുണ്ടല്ലോ. ആരെ? മേഡത്തിന്റെ വീട്ടിൽ. ദൈവമേ, വെറുതെ അല്ല രാവിലെ കഥ തുറന്ന് നോക്കുമ്പോ സിറ്റൗട്ട് 2 പത്രം കിടക്കുന്നത്. ഒരെണ്ണം താനാണോ കൊണ്ടിരുന്നത്? പിന്നെ പേപ്പർ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എടോ, ആ പേപ്പർ അല്ല. എടോ, ഈ താൻ കൊണ്ടുവന്ന രേഖകളില്ലേ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഇവിടെ കൊടുക്കണമെന്നാ പറഞ്ഞത്. ആ ബസ്തി ഫോട്ടോസ്റ്റാറ്റ് എടുത്തെടുത്ത് ഈ അടുക്കുണ്ട് എന്റെ വീട്ടില്. ഇപ്പൊ ഞാൻ എന്താ ചെയ്തിരിക്കാന്നറിയാവോ? ഫോട്ടോസ്റ്റാറ്റ് മിഷ്യൻ മേടിച്ച് എന്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണ്. ചോദിക്കുമ്പോ അങ്ങോട്ട് അടിച്ചു തരാല്ല. അത് നന്നായി. ഇനിയുള്ള കാലം അങ്ങനെയെങ്കിലും തനിക്ക് ജീവിക്കാമല്ലോ. ഇത് ഇവിടെയാണോ വെക്കണത്? പിന്നെ ഇത് ഇവിടെ അല്ല വെക്കേണ്ടത്, ഇത് ഇവിടെ വെക്കണം. ആഹാ, എവിടെയാണ് ഇത്? ഇവിടെയാണ് വെക്കേണ്ടത്. ഇത് കൊണ്ട് പൊക്കത്തിൽ വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കണ്ട, ഇത് ഇവിടെ വെക്കണം. ഇതിന്റെ ഇരിക്കേണ്ട സ്ഥാനത്ത് തന്നെയാണ് വെക്കേണ്ടത്. ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാം? 3-4 മാസമല്ലേ ഞാനിവിടെ. എനിക്കറിയാലോ ഇത്. താൻ ഇവിടെ ബാങ്കിൽ കയറി ഇറങ്ങി എങ്ങനെങ്കിലും ഒരു ലോൺ സംഘടിപ്പിക്കും. പിന്നെ തന്റെ തിരിച്ചു മേടിക്കണമെന്നുണ്ടല്ലോ. ഞങ്ങൾ തന്റെ പുറകെ കയറി ഇറങ്ങി നടക്കണം. അപ്പൊ ഞങ്ങളൊരു ലോണിന് വേണ്ടി കയറി ഇറങ്ങി നടക്കണം. അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായല്ല. ഇനി നമ്മളെങ്ങാനും ഒരു 3 പ്രാവശ്യം ഒന്ന് മുടങ്ങി നോക്കട്ടെ, അന്നേരത്തേക്ക് അപ്പ ഒരു പെപ്സി ആയിട്ട്. അതിനെ താൻ ദാഹിച്ചിരിക്കണോ പെപ്സി ആയിട്ട് അങ്ങോട്ട് വരാൻ? അല്ല, ഒരു രാജാവിനെ പോലത്തെ ഒരാളായിട്ട് ചെണ്ട കൊട്ടി വീട്ടിലേക്ക് വരുമല്ലോ. എടോ ജപ്തി. അത് തന്നെ ജപ്തിയായിട്ട് വരും. ഒരു കാര്യം ചെയ്യ്. താൻ അങ്ങോട്ടെങ്കിലും മാറില്ല. മാനേജർ ഇപ്പൊ വരും. വന്നു കഴിഞ്ഞാൽ പുള്ളി കിടന്ന് എന്നെ വഴക്ക് പറയും. പുള്ളി ഞാനൊക്കെ ആയിട്ട് നല്ല ടൈപ്പാണ്, ഒരു കുഴപ്പമില്ല. പുള്ളി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എനിക്ക് ലോൺ പാസ്സാക്കി ഇങ്ങോട്ട് തരും. അപ്പൊ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും താൻ അറിഞ്ഞില്ലല്ലോ? ഇല്ല. കേശവൻ സാർ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി. അയ്യോ, എന്നിട്ട് കറണ്ട് അടിച്ചില്ലേ? എങ്ങനെ? ട്രാൻസ്ഫോമറിന്റെ അടുത്ത് പോയെന്നല്ല, ഇവിടുന്ന് സ്ഥലമാറ്റം കിട്ടിപ്പോ ഇപ്പം 2 ദിവസം കൊണ്ട് പുതിയ മാനേജരാ. പുള്ളിയാണെങ്കിൽ മുടിഞ്ഞ ചൂടുവാ. ഒരു കാര്യം ചെയ്യ്, രാവിലെ ഇങ്ങോട്ട് വന്ന് കയറുമ്പോ താൻ ഇവിടെ നിൽക്കാൻ, താൻ എങ്ങോട്ടെങ്കിലും പോയിരി. ഞാൻ വന്നിട്ട് വന്നാ മതി. ഞാൻ പറയാം, താൻ അങ്ങോട്ട് ഒരു പ്രതീക്ഷയാണ്. ശരി. അയ്യോ സാറേ, എന്തു പറ്റി? വീണതല്ല. പിന്നെ ഞാൻ ഏത് ഓഫീസിൽ വന്നാലും ആദ്യം തൊട്ട് വന്നിട്ടേ കീറുള്ളൂ. പിടിച്ച് എന്റെ ബാഗ് എടുത്തോളൂ. സോറി സാർ, ഫയൽ ഞാൻ തന്നെ എടുത്തു. അമ്മ ഫയൽ ഞാൻ തന്നെ എടുത്തു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ വെച്ചേക്കാം. രവി സാറേ, 2-3 ദിവസം മുമ്പ് വന്നപ്പോഴത്തേനെ സാറിനെ കണ്ടില്ലായിരുന്നു. സാർ ലീവായിരുന്നു തോന്നുന്നു. നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ. അയ്യോ, അസിസ്റ്റന്റ് മാനേജർ രവി സാർ അല്ലേ ഇത്? രവി സാർ ലീവ് എഴുതി ഇതുവരെ എത്തിയിട്ടില്ല. ഇതാരാ പിന്നെ? ഇത് ഇവിടെ വന്ന കസ്റ്റമറാ സാറേ. പല്ലവന്റെ കസേര കയറി ഇരിക്കുന്ന എടാ, നിനക്കൊരു ബോധമില്ലേ? എന്റെ പൊന്നേ, ഇതാ പറയുന്നത് ജലജയെ, നമ്മൾ ഇരിക്കേണ്ടടുത്ത് നമ്മൾ ഇരുന്നില്ല, അവിടെ പട്ടി കയറി ഇരിക്കുമെന്ന. അപ്പൊ അതല്ലേ സംഭവിച്ചത്? അല്ല ആ സാറേ. ജലജയെ, എന്താ സാർ? ആരാ ഇത്? സാറേ, പുള്ളിക്കാരനെ ഒരു ലോണിന് വേണ്ടി വന്നതാ. 6 മാസമായി സാറേ. എന്റെ പൊന്നെ, എന്നിട്ടാണ് ഇങ്ങനെ തുള്ളിച്ചാടി കളിച്ച് ഇവിടെ നടക്കുന്നത്. അങ്ങനെ നടക്കരുത്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനത് പ്രശ്നം വരും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, 2 മാസം ലീവ് ചെയ്യാൻ ഇത്തരം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാം. സാർ എന്ത് പറയുന്നേ? 6 മാസം ഗർഭിണിയാന്ന് പറഞ്ഞു. ഞാൻ 6 മാസം ഗർഭിണിയാന്നല്ല പറഞ്ഞേ. അയാൾ ലോണിന് ഇവിടെ അപേക്ഷ കൊടുത്തിട്ട് 6 മാസമായെന്ന് പറഞ്ഞേ. അതെങ്ങനെയെങ്കിലും ഒന്ന് ശരിയായി കൊടുക്കണം സാറേ, കഷ്ടമുണ്ട്. ലോണിന് ഇവിടെ അപേക്ഷ കൊടുത്തു.
എന്നിട്ട് ശരിയാക്കി കൊടുത്തില്ലേ ഇത്? ഇല്ല, അത് മറ്റേ മാനായിരുന്നപ്പോ ഒരു ഇതൊന്നും ആയതാ സാർ. ഒന്നും ഇങ്ങനെ പാവം പിടിച്ചോ സാർ. അത് ശരി. അപ്പൊ ആ ഒരു ഫോൺ എടുത്തേ. എൻ്റെ ഫോൺ ഉണ്ടോ? എന്റെ ഫോൺ ഉണ്ട്. നെറ്റ് ഉണ്ടല്ലോ അല്ലേ? നെറ്റ്. അപ്പൊ എനിക്ക് ലോൺ കിട്ടുമെന്നൊന്ന് നോക്കട്ടെ. നമ്പർ പറഞ്ഞേ. 9656242480. ലോൺ വേണ്ടേ? ഞാൻ കമ്പ്യൂട്ടറാണ് ഇത് കണക്കണന്ന് പറഞ്ഞ് അടിക്കാൻ. പെട്ടെന്ന് പറയാൻ പതിയെ പറയണം. പറഞ്ഞേ 9 ആ 6 ഇത് 6 അതായിരുന്നു. ആ പറഞ്ഞ 9 655624224880. ആ OTP വരുമ്പോ ഒന്ന് പറയണേ. ശരി. സാറേ പിന്നെ സാറേ ഈ ഫയല് സാറേ എന്നാ? ഒരു ചുമല ഷർട്ടും കറുപ്പ് പാന്റും ഇട്ടുണ്ട് ഒരാൾ ബൈക്കിൽ വന്നിറങ്ങിയിട്ടുണ്ട്. പുള്ളിയാണോ OTP? അയ്യോ സോറി, കാറിനാണ് വന്നിരിക്കുന്നത്. ആ പുള്ളിയാണോ OTP ഇവിടുത്തെ? ജലജേ, സോറി സാർ. എടോ അതാണാ പറഞ്ഞത്. എടോ തന്റെ ഫോണിലേക്ക് ഒരു 6 ഡിജിറ്റൽ നമ്പർ വരും, അത് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. അയ്യോ അതിപ്പോ വന്നതാണ് സാർ. എന്റെ ഫോൺ ഫോൺ പിടിച്ചു. ഇതല്ലേ? 2 അല്ല 3 താൻ ഇതിനകത്ത് ഈ നമ്പർ ഒന്ന് പറഞ്ഞു വിടും. സാർ ഇതാണ് സാറേ നമ്പർ. ആ പറഞ്ഞു 222 ആ 333. ആ അത്രയല്ലേ? ആ ജലജേ, എന്താ സാറേ? സിവിൽ ഉണ്ടോ എന്ന് ചോദിക്കും. എടോ സിവിലുണ്ടോന്ന്? എന്ത് ഞാൻ പറഞ്ഞില്ല, ആള് സെറ്റപ്പാണ്. എന്ത് സെറ്റപ്പ്? ഇതിന്റെ ആളാണ്. ആര് ചോദിച്ചിട്ടില്ല സിവിൽ ഇല്ലെന്ന്. എന്ത് ഇത് ഞാൻ സെറ്റാക്കി കുപ്പിലാക്കി തരാം സാറേ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. എന്റെ സുഹൃത്താണ് അവിടെ ബില്ലടിക്കണത്. നമ്മൾ അവിടെ ചെല്ലുന്നു, സാധനം എടുക്കുന്നു, ക്യൂ നിൽക്കേണ്ട കാര്യമില്ല, എടുക്കുന്നു, അടിക്കുന്നു. സാറിന്റെ ബ്രാൻഡ് ബ്രാൻഡാ? സാർ പറഞ്ഞ സിവില്. സിവിലാ? ആ ഇവിടെ സിവിൽ സ്കോറിന്റെ കാര്യം ചോദിച്ചത്. ജലജ ഇത് എന്തുവാണ് ഇയാൾ പറയുന്നത്? എടോ താൻ സാറിനെ വെറുതെ ചൂടാക്കരുത്. സാറ് വലിച്ച് കീറി കളയി നോക്കും. എടോ സിവിൽ സ്കോർ ഉണ്ടോ എന്നാണ് സാറ് ചോദിച്ചത്. അതെങ്ങനെയാണ് എന്ന് അറിയില്ല. ഇവിടെ നേരത്തെ വന്നപ്പോ അത് ഉണ്ടായിരുന്നതാണ് സാർ. സാറ് പുള്ളിക്ക് അത്ര അറിയില്ല സാർ. എടോ, തന്റെ സിവിൽ താന്ന് കിടക്കുവാ. തന്റെ സിവില് താന്നിരിക്കുവാന്ന്. എടോ ലോൺ കിട്ടുന്ന കാര്യം പാടാന്ന്. അങ്ങനെയാണോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നോമിനി വേണം ഇവിടെ കൊണ്ടുവരണം. സോറി സാർ. ലോൺ കിട്ടണമെങ്കിൽ നോമിനി വേണം ഇവിടെ കൊണ്ടുവരണേ. സാറേ നടക്കും തോന്നല്ല. അതെന്താ? ഒന്നാമത്തെ കാര്യം പുള്ളി തിരക്കാണ്. പിന്നെ എന്ന് പറഞ്ഞ സിനിമ നടൻ. എനിക്കാണെങ്കിൽ ഒരു പ്രാവശ്യം കണ്ട് പരിചയമുള്ളു. അപ്പൊ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ആര്? നോബിനെ കൊണ്ടുവരുന്ന കാര്യമാണ് പറഞ്ഞത്. പിന്നെ ഇവിടെ തനിക്ക് ലോൺ വേണമെങ്കിൽ നോമിനിയെ കൊണ്ടുവരണം. ജലജ ഞാൻ പറഞ്ഞു എടോ നോബിയെ കൊണ്ടൊന്ന് മെഗാഷ നടത്തണം നല്ല പറഞ്ഞത്. നോമിനിയെ കൊണ്ടുവരണമെന്നാണ് സാറ് പറഞ്ഞത്. സാറ് പറയുന്നത് വ്യക്തമായിട്ട് കേട്ടിട്ട് അതിന് മറുപടി പറയണം. ഇല്ലെങ്കിൽ സാറിന് ദേഷ്യം വന്നാട്ടല്ലോ കീറിക്കളയും സാർ. എങ്ങനെയെങ്കിലും സാർ എന്റെ ലോൺ ശരിയാക്കി തരും. ചിലരുടെ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തോളൂ. വില്ലേജ് ഓഫീസിൽ പോയി ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കുക. അതിന് വില്ലേജ് ഓഫീസിൽ പോകണ്ട. ഞാൻ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ബാധ്യത സർട്ടിഫിക്കറ്റ് കിട്ടും. അത് എന്റെ ഭാര്യ എഴുതി തരും. എന്റെ ഭാര്യ വില്ലേജ് ഓഫീസറാണോ? അല്ല, പിന്നെ അവളെ ഞാൻ കെട്ടിക്കൊണ്ട് വന്നപ്പോ തൊട്ട് അവൾ എന്നെ പറഞ്ഞു നിങ്ങൾ ഭയങ്കര ബാധ്യതയാണ്. ചില ഇയാളുടെ അപേക്ഷ ഒന്ന് എടുത്തേ. ചില സാറേ അയാളുടെ അപേക്ഷ എവിടെയാണെന്ന് അറിയാൻ സാറേ. ഇല്ല സാർ ഇവിടെ കാണുന്നില്ല. താൻ അപേക്ഷ കൊടുത്താ ഇവിടെ? എന്റെ സാറേ ഞാൻ അപേക്ഷ കൊടുത്തതെന്ന്. ആരുടെല്ലാം കൊടുത്തത്? നേരത്തെ മാനേജറെ കൊടുത്തു ഞാൻ. നേരത്തെ മാനേജറിലാണ്. അപ്പൊ ഈ ഇടുന്ന സ്ഥലം എനിക്കറിയാം. അതെ എന്റെ ജലജ ഇത് നോക്കിക്കേ, മഷിയും പടർന്ന്. ഇതൊക്കെ നമ്മൾ എങ്ങനെ ഫയൽ ചെയ്യും ജലജ? സാറേ വേറൊന്നും എഴുതാം സാറേ. ഒരു ഫോമിങ് എടുത്തേ. ഒരു ഫോം എടുക്ക. എങ്ങനെയെങ്കിലും സാറേ ഒന്ന് റെഡിയാക്കി ഒന്ന് അടങ്ങി നില്ലടോ. സാറേ ആ ഇതെടുത്ത് പുറത്ത് വെച്ച് എഴുതിക്കൊണ്ടോ. ഇതല്ലേ പുറത്ത് വെച്ച് എഴുതി. ഒരു പേന തരുമോ? പേന അതും ഇല്ലേ? പേന ഇല്ല. എങ്ങനെയാണ് സംഭവം അറിയാൻ? എന്തെല്ലാം നിയമങ്ങളാണോ? ജലജ ഇത് എന്ത് കാണിക്കാടോ? സാറേ ഇത് നടക്കുന്നൊന്നുമില്ല. പുറത്ത് വെച്ച് എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. തന്റെ പുറത്ത് വെച്ച് എഴുതാനാണോ പറഞ്ഞത്? ജലജ ഒന്ന് പറഞ്ഞു കൊടുക്കുക. തന്റെ പുറത്ത് വെച്ച് എഴുതാനല്ല, പുറത്ത് കൊണ്ടുപോയി ഒരു കാര്യം എങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ എഴുതിക്കട്ടെ സാറേ. ഞാൻ ഫില്ല് ചെയ്യാം സാറേ. ശരി ഞാൻ ഫില്ല് ചെയ്തു. ജലജ മറ്റേത് എവിടെ ഇരിക്കുക ജലജ? സാറേ അത് എവിടെയാണെന്ന് വെച്ചാല് എന്താ സാറേ? താക്കോലിന്റെ ലോക്കറേ. ലോക്കറിന്റെ താക്കോൽ എവിടെ ഇരിക്കുകയാണ്? അവിടെയാണ് ഇരിക്കണത്. ഇല്ല, ഇരിക്കണ അലമാരുടെ അടിയിൽ അവിടെയാണ്. ജലജ മാറിയിട്ട് അവനെങ്ങാനും ഇവിടെ പിടിച്ചു നിർത്തും. സോറി സാർ, താൻ എന്റെ പണി കളയോടോ. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ലോൺ റെഡിയാക്കി തരണം. താനിങ് ഇപ്പുറം നിന്നേ. ഞാനിന്ന് തളിപ്പറമ്പിൽ പോണത്. തളിപ്പറമ്പിൽ പോകണല്ലേ, താൻ ഇപ്പുറം നിൽക്കാനാണ് പറഞ്ഞത്. ഇതൊക്കെ എവിടെ? തന്റെ പേരെന്താ? ശരിക്കും പേര് രവി. രവി. തന്റെ വീട്ടുപേരെന്താ? കണ്ടത്തിൽ. തവളയാണ്. തന്റെ എന്താണോ? പൊടിയിരിക്കണം. പൊടി. താനിക്ക് ഇപ്പുറം വന്നേ. ഇവിടെ എന്നാ മതി. ശരിക്കും എഴുത്. പിന്നെ പഞ്ചായത്തിലാണോ, ബ്ലോക്ക് പഞ്ചായത്തിലാണോ, അതോ ബ്ലോക്കിലാണോ? പഞ്ചായത്തിൽ അധികം പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് എന്നാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ട് പഞ്ചായത്തിലായിരിക്കും.
തനിക്ക് ലോൺ വേണോ? വേണം. എടോ താൻ പഞ്ചായത്തിലാണോ താമസിക്കുന്നത്? ബ്ലോക്ക് പഞ്ചായത്തിലാണോ? ഞാൻ പഞ്ചായത്തിലാണ് പഞ്ചായത്തിലാണോ? പഞ്ചായത്തിൽ താമസിക്കുന്നത്. അങ്ങനെയല്ല, ദേ ഇത് ഇവിടെ ഫില്ല് തനിച്ചിരിക്കുമ്പം തങ്കക്കിനാവിന്റെ കരിവളയുള്ളിൽ താളമിട്ടിയിലെ കുതിച്ചിരിക്കുമ്പം കുഞ്ഞിക്കുറുമ്പിന്റെ കണിമഴയുള്ളിൽ പെയ്തു പോർന്നീലേ. പോയി മറഞ്ഞ പൊൻവസന്ത എന്തോ കാണിക്കോ ഇത്? സാറേ ഫോം ഫില്ല് ചെയ്യോ സാറേ? ഫോം ഫില്ല് ചെയ്യായിരുന്നു. ഫോം ഫില്ല് ചെയ്യല്ല, നിങ്ങൾ നല്ല ഫോമിലായിരുന്നു. ഇല്ല സാറേ, ഇല്ല സാറേ, ഇപ്പൊ പൂരിപ്പിച്ചേരാ. വേണ്ട, പൂരിപ്പിക്കണ്ട, ഞാൻ പൂരിപ്പിച്ചോളാം. ഇങ്ങനെ അല്ല, ഞാൻ പൂരിപ്പിച്ചോളാം. അങ്ങോട്ട് മാറിയില്ലടോ. ഒരു കാര്യമുണ്ട്, തനിക്ക് സ്ഥലമുണ്ടോ? സ്ഥലമുണ്ട്. പ്ലാൻ എന്തുവാ? അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ടൊരു പ്ലാൻ സെറ്റപ്പ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. ആ പ്ലാൻ ഇവിടെ നടക്കത്തില്ല. അതല്ലെന്ന്, തനിക്ക് എത്ര സെന്റ് സ്ഥലമുണ്ടെന്ന്? എനിക്ക് 5 സെന്റ്. വഴിവക്കിലാണോ? ചില ദിവസമൊക്കെ 2 കൂടുതൽ അടിക്കുന്ന ദിവസം വഴിയിലാണ് കിടപ്പ്. പിന്നെ എന്ന് പറയുമ്പോ ശനിയാഴ്ച വാർക്കല കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വഴി തന്നെ. ജലജ, ഇത് എന്തുവാണ്? സാറേ അയാൾ വെള്ളം അടിച്ച് വഴി കിടക്കുന്ന കാര്യമാണ് സാറേ പറയുന്നത്. ജലജക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ ചേട്ടൻ ഇങ്ങനെയാണ്, ചില ദിവസം വഴി കിടന്നു. വെയിറ്റ് ഫോർ ഈച്ച് അതർ. കൊള്ളാം, നല്ലത്. ഇതൊക്കെയാണ് ഈ പറയുന്നത്. ആധാർ 36. എടോ തന്റെ ആധാർ കൊടുക്കാനാ പറഞ്ഞത്. ആധാർ കൊടുക്കാനാണ് പറഞ്ഞത്. അതൊന്നും തരാം. അത് റേഷൻ കാർഡ് ഉണ്ടോ? റേഷൻ കാർഡുണ്ട്. അതിനകത്തൊന്നാണ് എടുക്കണ്ട. എന്താ റേഷൻ കാർഡ് വേണ്ട. അതിന്റെ സാർ റേഷൻ കാർഡ് വേണ്ടത്? എനിക്ക് അതിന്റെ സൗണ്ട് കേൾക്കുമ്പോ ഒരു കിരിപ്പ് വരുമെന്ന് തൊട്ടുപോലെ കൊല്ലി ഞാൻ. അതാണ് ഈ കാണിച്ചത്. ജലജെ, എന്താ സാർ? ഒരു ചായ എടുത്തോണ്ട് വാ. അതിന് സമയമായില്ലല്ലോ സാറേ. എന്റെ തല പൊട്ടി പൊളിക്കുന്ന ഒരു ചായ എടുത്തോണ്ട് വാ. ചായ എടുത്തിട്ട് എന്റെ ലോണൊന്ന് റെഡിയാക്കി താ സാറേ. ഇവിടെ തനിക്ക് ലോൺ വേണമെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് വേണം, പരിചയം ഉണ്ടായിരിക്കണം. ഓ, പരിചയമുണ്ട് സാർ. എന്ത്? ഒരാളുണ്ട് പരിചയത്തിൽ. ഇപ്പൊ വിളിച്ചോട്ടോ ചെല്ലിപ്പോ. എന്തിന്? എന്റെ ഫ്രണ്ട് ഇരിക്കല്ലേ ആര്? സാർ. ഞാനിത് അതിനോട്ട് എന്ത് പരിചയം? നമ്മൾ വന്നപ്പോ തൊട്ട് നല്ല പരിചയത്തിലല്ലേ? എടാ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സാലറി സർട്ടിഫിക്കറ്റ് വേണം, ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കണം. സാർ ഗവൺമെന്റ് ജോലിക്കാരനാണോ? ആ. സാറിന് ശമ്പളം കിട്ടണുണ്ടോ? ആ. സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ അതെടുത്ത് വെച്ച് അങ്ങോട്ട് ജീവിച്ചാ പോരെ? ഈച്ചാന അല്ല, എനിക്ക് ലോൺ തരാനുള്ള കാര്യം പറഞ്ഞത്. ചെയ്യാനാന്ന് ലോൺ ഈച്ചാനായിട്ട് ഞാൻ കീച്ചി തരാൻ ഞാൻ ഇത് ലോൺ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്താ സാറേ. സെറ്റ് ചെയ്ത് ഞാൻ തരാം. സാറേ സാറേ ഈ ഫയൽ ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കണ്ട. ഇതില്ലേ, ആദ്യമായിട്ടാണ് ഈ സർക്കാർ ഓഫീസിലൊക്കെ ചായ കൊടുക്കണ പരിപാടി. സാധാരണ നമ്മൾ ജൂവലറിയിൽ തുണിക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ബ്ലൂസ് കൊടുക്കും. ഇവിടെ ആദ്യമായിട്ടാണ് ഈ ചായ കിട്ടിയത്. നല്ല 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 ചായ. എടോ തനിക്ക് കുടിക്കാനാണോ ചായ കൊണ്ടുവച്ചത്? സാറിന് കുടിക്കാനല്ലേ ചായ കൊണ്ടുവച്ചത്? ഇതാ സാർ ചായ. താൻ കുടിക്കാൻ വാക്ക് കുടിക്കാതിരിക്കണം ഞാൻ. സോറി സാർ. ദൈവമേ. എടോ തനിക്ക് ഇവിടെ ലോൺ വേണോ വേണ്ടയോ? എനിക്ക് ലോൺ വേണം സാർ. ഈ കണക്കാണ് ഞാൻ ലോൺ തരും തനിക്ക്. ഞാൻ നല്ല പോലെ തരും നിനക്ക്. ലോൺ ഞാൻ അഥവാ വല്ലച്ചാലും തനിക്ക് ലോൺ അനുവദിച്ചു തന്നിരിക്കുക. 3 ഗഡു തരും. ആദ്യത്തെ ഗഡു തരുമ്പോ ബെൽറ്റ് കെട്ടി കാണിക്കണം. ബെൽറ്റ് കെട്ടിയേ നിക്കറിട്ട് കാണിക്കേ എങ്ങനെ വേണമെങ്കിലും തരാം. പക്ഷെ എനിക്ക് ലോൺ കിട്ടണം. എടോ താൻ നിക്കറുടെ ബെൽറ്റ് എടുത്ത കാര്യമല്ല പറഞ്ഞത്. ആദ്യത്തെ ഗഡു തരുമ്പോ ബെൽറ്റ് കെട്ടിയത് ഫൗണ്ടേഷൻ കെട്ടി ബാങ്കിനെ കാണിക്കണമെന്ന്. അപ്പൊ ഫൗണ്ടേഷൻ കെട്ടി കാണിക്കുമ്പോ രണ്ടാമത്തെ ഗഡു തരും, ഭിത്തി കെട്ടി തരും. അത് സാറ് വന്ന് കെട്ടി തരും. ഞങ്ങൾ മൈക്കാരനെ ഒപ്പിച്ച് തന്നാൽ മതിയാ. എടോ അതല്ല പറഞ്ഞത്. എടോ രണ്ടാമത്തെ ഗഡു തരുമ്പോ ഫിറ്റ് കെട്ടിയത് ബാങ്കിനെ കാണിക്കണം, അതാണ് പറഞ്ഞത്. ഓ, ബാക്കിയുള്ള ഒരു പേപ്പർ ചെയ്തേ. ആധാർ കാർഡ്, മറ്റേ കാർഡ്, പാൻ കാർഡ്, അതൊക്കെ ഇങ്ങെടുത്തേ. എടുക്ക സാർ. ജലജ എടുത്താ മതി. ഞാൻ എടുത്തരാം സാർ. തൊടല്ലേ. പതിയെ ജലജയെ പതിയെ. ഇതാരാണ് ഈ രവി? ഞാനാണ് സാർ. ഈ KK രവി ആരാ ഇതിനകത്ത് കിടക്കുന്നത്? ഞാനാണ് സാർ. അപ്പൊ ഈ കണ്ടത്തിൽ രവി ആരാ? അയ്യോ, ഞാനാണ് സാർ. എന്റെ ജലജ ഇത് 3 വാക്കി കിടക്കുന്നു. ഞാൻ അങ്ങനെയാണ് സാറേ. ചിലപ്പോ 4 കിടക്കും അടിച്ചു കഴിഞ്ഞാ. അതൊക്കെ ഒരു റൂട്ട് അഡ്ജസ്റ്റ്മെന്റിലാ പോണത്. ജലജ ഇയാളോട് പറഞ്ഞാ അതല്ല പറഞ്ഞത്. ഇത് 3 ഒരാളാണെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇനി താൻ കൊണ്ടുവരേണ്ടി വരും. അതായത് ഈ രവി എന്ന് പറഞ്ഞാൽ KK രവി, കണ്ടത്തിൽ രവി എന്ന് പറഞ്ഞ ഒരാള്. അതിന് 1 സർട്ടിഫിക്കറ്റ് എന്ന് പറയും. അത് വില്ലേജ് ഓഫീസിൽ പോയി മേടിച്ചോണ്ട് വരണം. വണ്ണാർച്ചാലേ എടോ 1 സർട്ടിഫിക്കറ്റ് അത് വില്ലേജ് ഓഫീസിൽ പോയി മേടിക്കണമെന്ന്. വേറൊന്നും വേണ്ട, ഒരു അപേക്ഷ എഴുതിയാൽ മതി. അയ്യോ, എനിക്ക് അപേക്ഷ എഴുതാൻ അറിയില്ല. എനിക്ക് എഴുത്തും വായന അറിയില്ല. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ പറയുന്ന പോലെ അങ്ങ് എഴുതിയാൽ മതി. ഇന്ന പഞ്ചായത്തിൽ ഇന്ന വാർഡിൽ ഇന്ന മേൽവിലാസത്തിൽ താമസിക്കുന്ന ഇന്ന ആൾ ഞാൻ
ഇന്ന ആവശ്യത്തിനായി ഇന്ന ബാങ്കിൽ സമർപ്പിക്കുവാൻ ഇന്ന സർട്ടിഫിക്കറ്റിന് ആവശ്യമുള്ളതിനാൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് ഇന്നാര് ഒപ്പ്. അതല്ല ഈ ഇന്നാരെന്ന് പറഞ്ഞ ആരാണ്? ഇന്നാര് ഈ ഇന്നാരാരാരാ? ഇന്നാരാരാരാ? അല്ല ഇന്നാരെന്ന് പറഞ്ഞു എടാ ഇന്നാരെന്ന് പറഞ്ഞാൽ ഇന്നാര് താനാരാന്നാ ചോദിച്ച താനാര്? അങ്ങനെ ആ, താനാര്. അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞ സാധനം കിട്ടുമല്ലേ? ആ. Come on, baby. താനേ താനാനേ താനാനേ തന്നെ താനേ നാനാനേ നാനാനേ. നിർത്തിക്കത്. എന്തോ കാണിക്കും താറാണ് താനാനാനെ ഇട്ട് തന്നത്. നാടൻപാട്ടിന്റെ റിഹേഴ്സൽ ക്യാമ്പാണ്. പിന്നെ ഇന്നാണെന്ന് പറഞ്ഞിട്ട് ജലജ എന്തോ ജലജ കാണിച്ചത്. അല്ല സോറി സാർ, എനിക്ക് നാടൻപാട്ടെന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ്സാ. നാടൻപാട്ടിന് മരിപ്പൂട്ടി വെച്ച് കേട്ടാലും ഞാൻ മുടി അഴിച്ചിട്ട് അഴിഞ്ഞാടും അവിടെ. കഴിഞ്ഞാട്ടം കൂടുന്നുണ്ട്. സസ്പെൻഷൻ അടിച്ച് ഞാൻ കൈ തരും. അത് വേണ്ട സാർ, സോറി, ഇനി ആവർത്തിക്ക് തരും. ഒരു കാര്യം ചെയ്യ്. നീ പോയിട്ട് 3 ദിവസം കഴിയുമ്പോ. അതെ, എന്താ? ഈ ജോലി കഴിഞ്ഞ് എത്ര മണിക്ക് ഇറങ്ങണം ഇവിടുന്ന്? ഞാൻ 4 മണിക്ക് ഇറങ്ങും. നമുക്കൊരു കൊടുങ്കളി അടിച്ചാലോ പോയിട്ട് 4 മണിക്ക്? എന്റെ പണി കളയിച്ച് താൻ അടങ്ങുമല്ലേ? എന്തുവാണ് അവിടെ കുശി കുശി അല്ലല്ല, ഞങ്ങൾ പറയുന്നത് എന്റെ ലോണിന്റെ കാര്യം. ലോണിന്റെ കാര്യം താൻ പോയിട്ട് 3 ദിവസം കഴിച്ചു വാ. മറ്റന്നാ വാ, മറ്റന്നാ. സാറേ അന്ന് മറ്റേ ഫോമിങ് എടുത്ത് ഒപ്പിട്ടാ സാറേ, ഒപ്പിട്ടാ. നിന്റെ അപേക്ഷയല്ലേ ഇത്? ആ, അത് അപേക്ഷയാണ്. ഈ ലോണിന്റെ അപേക്ഷയല്ലേ? ആ, ലോണിന്റെ അപേക്ഷ ഒന്ന് ഒപ്പിട്ട് തന്നേക്കുന്നത്. നീ എങ്ങനെ ലോൺ എടുക്കുമെന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ പിന്നെ തനിക്കിത് വേണം. തന്റെ അടുത്ത് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞു ഇവിടെ കിടന്ന് സാറിനെ ദേഷ്യം പിടിപ്പിക്കരുത്, ദേഷ്യം പിടിച്ചാൽ സാറ് കീറി കളയുമെന്ന് പറഞ്ഞോ. ഇപ്പൊ സമാധാനമല്ലോ. ഇനി താൻ എന്തോ ചെയ്യും? എന്ത് ചെയ്യുമെന്ന്? ഞാൻ ഇതിലും വലിയ ഫോമും ഫില്ല് ചെയ്തുകൊണ്ട് അടുത്ത ഷെഡ്യൂളിൽ ഞാൻ ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരുമെന്നാ? ആ ലോണിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ കീറി കളഞ്ഞത് കൊണ്ട് തന്നെ ലോൺ എമൗണ്ട് ഒന്നും പാസ്സായി കിട്ടിയില്ല. ഇവിടെ നിന്ന് എന്തെങ്കിലും എമൗണ്ട് പാസ്സായി കിട്ടുമോ എന്ന് നമുക്കറിയാം. നേരെ കമന്റ്സിലേക്ക് കടക്കാം. നസീർക്ക. അല്ല, നല്ല രീതിയിൽ ഫോം അവർ ചെയ്തപോലെ ഫില്ല് ചെയ്ത് തന്നിരുന്നെങ്കിൽ നമ്മളിവിടെ നല്ലൊരു എമൗണ്ട് ലോൺ പാസ്സാക്കി കൊടുത്തേനെ. കാര്യം നല്ല കണ്ടന്റ് ആയിരുന്നു. അതൊന്ന് ട്രിം ചെയ്ത് ഒതുക്കാമായിരുന്നു. കാര്യം ഒരു ചോദ്യം തന്നെ പല പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷെ ഒരു ഓർഡിന് എന്തോ ഒരു കുറവ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചോദിച്ചത് തന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം സിമ്പിളാണ്. അയാൾക്ക് ഒരു ലോൺ കൊടുക്കണം, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിനൊരു റൂട്ടുണ്ടല്ലോ, ഇന്ന സാധനങ്ങളൊക്കെ. അത് തന്നെ ഒത്തിരി സ്ഥലത്ത് വേറെ ചോദ്യങ്ങളില്ലാതെ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. നല്ല സാധനമായിരുന്നു. നിങ്ങളൊന്നുകൂടെ ഒന്ന് ആത്മാർത്ഥത കാണിച്ചിരുന്നെങ്കിൽ ഗംഭീരമാക്കാൻ പറ്റുന്ന ഒരു സ്കിറ്റായിരുന്നു. 3 പേര് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തത്. തമാശകളൊക്കെ അത്യാവശ്യം വേണ്ടിടത്തൊക്കെ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ അവിടെയൊക്കെ ഈ റിപ്പീറ്റ് വന്നപ്പോഴാണ് നമുക്ക് ഇഴച്ചിൽ പോലെ ഫീൽ ചെയ്തു. പിന്നെ ആ കൂടിൻ്റെ അകത്ത്, പ്ലാസ്റ്റിക് കൂടിൻ്റെ അകത്ത് കയറ്റുമ്പോൾ അത് ഇറിറ്റേറ്റിംഗ് ഇല്ല. അതൊക്കെ നല്ല രസമായിരുന്നു. അതാ പറഞ്ഞ ഒന്ന് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ല വൃത്തിയായിട്ട് പോകേണ്ട ഒരു സ്കിറ്റായിരുന്നു. അതൊക്കെയാണ് നമുക്ക് തോന്നിയത്. കാര്യം അതിൻ്റെ അകത്ത് അത്യാവശ്യം ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. കാര്യം നമുക്കെല്ലാം അനുഭവമുള്ളൊരു സംഭവമാണ്. ലോണിന് ചെല്ലുമ്പോൾ, ഒരു ബാങ്കിൽ ചെല്ലുമ്പോൾ, ഇപ്പോഴും ഒരുപാട് ബാങ്കുകൾ ഈസി ആയിട്ട് വീട്ടിൽ വന്നാൽ രാവിലെ എഴുതി കൊടുത്താൽ വൈകുന്നേരം തന്നെ ക്യാഷ് കിട്ടുന്നുണ്ട്. ആ കൂടെ നമ്മുടെ പെഡലിയും കൂടെ അവരുടെ കയ്യിലേക്ക് കൊടുക്കണം, അന്നേ ഉള്ളൂ. സാറയില്ല, ഈ പ്രാവശ്യം അങ്ങനെ പോട്ടെ. അടുത്ത പ്രാവശ്യമെങ്കിലും കറക്റ്റാക്കി ചെയ്യാമെങ്കിൽ നല്ലതായിരിക്കും, നന്നായിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുകുട്ടൻ ചേട്ടാ. അത്യാവശ്യം നല്ല ഒരു സ്കിറ്റ് ആക്കാമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ആദ്യത്തെ ഈ ബിൻരാജിൻ്റെ പുറകെ കൂടിയുള്ള വിനോദിൻ്റെ വരവൊക്കെ നല്ലായിരുന്നു. കാരണം നമ്മൾ കരുതിയത് പ്രേമിക്കാൻ നടക്കുന്നു എന്നുള്ള സെറ്റപ്പാണ് കരുതിയത്. പിന്നെയാണ് അത് ലോണിന് വരുന്നത്. ആ ഒരു കൺഫ്യൂഷനൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലായി. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ബാങ്കിൻ്റെ അറ്റ്മോസ്ഫിയർ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു ബാങ്ക് മാനേജറുടെ ചിത്തൻ്റെ പോസ്റ്റും അതുപോലെ ബിൻരാജിൻ്റെ ഒക്കെ നന്നായിരുന്നു. വിനോദിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. വിനോദ് ഒരു മണ്ടൻ കളി അത് നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. എനിക്ക് തോന്നണത് 3 പേരും അതേ ലെവലിലേക്ക് കോമഡി വന്നില്ല എന്നുള്ളതാണ്. വേറെ ഒന്നും പറയാനില്ല, അടുത്ത പ്രാവശ്യം റെഡിയാക്കി മതി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ, തുടക്കം നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ആ വരുന്ന എൻട്രിയും അതിൻ്റെ പുറകിൽ വരുന്ന സംഭവങ്ങൾ, അതേപോലെ ബിജുകുട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ബാങ്കിനെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയുന്ന ആൾ അവരെക്കാൾ കൂടുതൽ നിങ്ങളാണെന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നല്ലതായിരുന്നു. പിന്നെ അതുപോലെ ഈ കവറിൻ്റെ നല്ല സാധനമായിരുന്നു. അത് ആക്ച്വലി ഒന്നുകൂടെ അത് 1-2 സ്ഥലത്ത് അത് നല്ല ചിരി കിട്ടാവുന്ന ഏരിയ ആയിരുന്നു. അത് രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഓർഡർ എവിടെയൊക്കെയോ ഒന്ന് മിസ്സായി പോയ പോലെ തോന്നി. പക്ഷേ അല്ലാതെ പെർഫോമൻസ് ആയിട്ട് നിങ്ങൾ എവിടെയും ഡ്രോപ്പ് ആയില്ല. പിന്നെ കുറച്ച് ലെങ്ത് അതുകൊണ്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നല്ല സ്കിറ്റുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ചേട്ടാ. നമുക്കപ്പം മാർക്ക് ചോദിക്കാം. ആദ്യം നസീർക്ക് എടുത്ത് തുടങ്ങാം. ഞാനൊരു 8000 രൂപ. 8000. ബിജുകുട്ടൻ ചേട്ടാ? ഞാനൊരു 7000 രൂപ. 7000. 15000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. ഷാജാൻ ഇപ്പൊ റിവീൽ ചെയ്യും എത്രയാണ് ഫൈനൽ പാസ്സായി. എൻ്റെ ബാലൻസ് ഞാൻ തരാം. 30,000 രൂപയാണ്
ഈ സ്കിറ്റ് നേടിയിരിക്കുന്നത് നമ്മുടെ കാര്യക്കാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അടുത്ത തവണ പഞ്ചടിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിൽ ഇനി അടുത്ത ഐറ്റവുമായി എത്തുന്നത് നമ്മുടെ സ്വന്തം മണിക്കുട്ടൻ ചേട്ടൻ, അനീഷ് പാപ്പാല ചേട്ടൻ, ഒപ്പം സജി മൊങ്ങോടേട്ടൻ. നല്ലൊരു കൈഡി കൊടുക്കാം. വേറെ ഹലോ ഹലോ, ഞാനാ അത് ഇത് ICU യൂണിറ്റ് അതല്ലേ ഇത്? അതെ, ഐസു ആടാണ്. എന്താ ഇങ്ങനെ ഈ വിഷം കിട്ടിയ എന്റെ ഫ്രണ്ടിൽ? ഞാനൊരു ബാല നടനാണ്. ഞാനൊരു ബാല ആർട്ടിസ്റ്റാണ്. എന്റെ ആശ ഇതിനകത്ത് അഡ്മിറ്റ് ആണ്. ആശാൻ എന്തിനാ അതിന്റെ ഉള്ളിൽ അഡ്മിറ്റ് ആയത്? പരിപാടിയൊന്നും പൊളിഞ്ഞിട്ടൊന്നുമല്ല. പിന്നെന്തിനാ അതിന്റെ അകത്ത് നടക്കുന്നത്? സംഭവം പരിപാടി അങ്ങോട്ട് കഴിഞ്ഞതും കണ്ടോണ്ടിരുന്നതിൽ ഒരാൾ ഓടി വന്ന് ആശാൻ ഒരു നോട്ടുമാല അങ്ങിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബാലയും സൂപ്പർ, നിങ്ങളും സൂപ്പർ എന്ന്. ഇത് കേട്ടതും വെട്ടിയിട്ട വാഴ പോലെ ആശ ഒരൊറ്റ വീഴ്ചയായിരുന്നു. നോട്ടുമാലയൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പരിപാടി വിജയിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമല്ലേ വരേണ്ടത്? സംഭവം ശരി തന്നെയാണ്. 10-15 വർഷമായി ആശ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നത്. സംഭവം ഉണ്ടല്ലോ, ഈ ഹാപ്പി കൂടിയപ്പോഴേക്കും BP കൂടി കിടക്കുക. ആശാൻ ഇതൊന്നും പരിചയമില്ലല്ലോ, അതാ സംഭവം. അങ്ങനെ ഞാൻ അകത്ത് കിടക്കുക സംഭവം BP കൂടിയിട്ട്. അതാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സംഭവം പുറത്തിറങ്ങിയിട്ട് വേണം ബോധം വന്നിട്ട് എനിക്ക് ശമ്പളം വാങ്ങിക്കാൻ. ഒരു മസാല ദോശ, പിന്നെ ബീട്രൂട്ടിന്റെ 2 കട്ട്ലറ്റ്, പിന്നെ സ്റ്റീൽ ഗ്ലാസിനകത്ത് ഒരു ചായ. പെട്ടെന്ന് വേണം. അല്ല, എനിക്ക് മനസ്സിലായില്ല ഈ ദോശയും കട്ട്ലറ്റ്. എനിക്ക് മനസ്സിലായില്ല സംഭവം. ഇന്ത്യൻ കോഫി ഹൗസ് അല്ലേ? അയ്യോ, എന്റെ ICU, എന്റെ ഹോസ്പിറ്റല്. ഞാൻ പഠനം എന്താ ICUയുടെ മുമ്പ് കാര്യം? അങ്ങനെ പറയരുത്. എന്റെ ആശാനകത്ത് കിടക്കുകയാണ്. ഇന്നലെ രാത്രി കൊണ്ടുവന്നല്ലേ, മറന്നുപോയോ? അപ്പൊ പരിപാടിയില് അല്ല, നിങ്ങള് സെക്യൂരിറ്റി ഒന്നല്ലോ. ഈ വേഷമൊന്നും അല്ല. അല്ലാന്ന്. നിങ്ങൾ ആരാണ് പിന്നെ? ഞാൻ ബാലനടൻ. നിങ്ങള് ബാലയൊന്നും അല്ല, നടൻ ബാല എനിക്കറിയാം. This is wrong. അതല്ല പറഞ്ഞത്. ബാല എന്ന സിനിമ നടനല്ല, ഞാൻ ബാലയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന്. ബാലയിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് ആണ്? അതേന്ന്. ഓ, നിങ്ങളുടെ കൂടെ വന്ന ആളാണ് ആശാൻ. അതെ അതെ, ആ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം, കുഴപ്പമില്ല. അപ്പൊ ആശാനെ നോക്കുന്ന ഡോക്ടറാണോ? അല്ലല്ല. പിന്നെ ഈ ടെലസ്കോപ്പ്? ഈ കോപ്പന്റെ ഇരിക്കുകയായിരുന്നു. അല്ല, സ്ഥലമൊന്നും വരത്തില്ല എനിക്ക്. അങ്ങനെ. ഇത് നമ്മുടെ ആ പുല്ലന്റെ ഡോക്ടറെ കണ്ടോ? പുല്ലന്റെ ഡോക്ടർ അല്ല, പല്ലിന്റെ ഡോക്ടറെ കണ്ടോ? OP യിലിരുന്ന് ചികിത്സിച്ചോണ്ടിരിക്കുന്നുണ്ടോ? പുള്ളി ടെലസ്കോപ്പ് എടുക്കാൻ മറന്നുപോയി. കാറിന്റെ ഡാഷിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ എടുത്തു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയായിരുന്നു. അല്ല, ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് പുള്ളി രോഗികളെ നോക്കുന്നുണ്ടല്ലോ. നോക്കുന്നുണ്ട്. അത് പിന്നെ എങ്ങനെ? അത് ഫോണിന്റെ ഹെഡ്സെറ്റ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു ബംഗാളി വന്ന് തെറി പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് പിടികിട്ടിയത്. അവന്മാർക്കറിയാം ഹെഡ്സെറ്റിന്റെ കാര്യം. ഞാനിപ്പോ എടുത്തോണ്ട് വരാന്ന് പറഞ്ഞാ ഞാൻ വന്നത്. അപ്പൊ ഡോക്ടറല്ല? അല്ല. അപ്പൊ പിന്നെ നിങ്ങളാരാ? ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ HPTO. എച്ചിൽ പറക്കുന്ന ആൾ അല്ല. ഈ ഹോസ്പിറ്റൽ HPTO എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ എല്ലാ പണികളും ചെയ്യുന്ന ഒരാൾ. മാനേജര് അങ്ങനെയും പറയാം. അല്ല, ഞാൻ ഹോസ്പിറ്റലിലെ മാനേജർ. ഓക്കെ, എല്ലാ പണിയും ചെയ്യുമെന്ന് പറയുമ്പോ എന്ത് പണി? എല്ലാ പണിയും ചെയ്യുന്ന പറഞ്ഞപ്പോ നേഴ്സ് ഇല്ലെങ്കിൽ നേഴ്സിന്റെ പണി ഞാൻ ചെയ്യും. ഇഞ്ചക്ഷൻ എടുക്കൂ. പിന്നെ കമ്പൗണ്ടറിലെ കമ്പൗണ്ടറിന്റെ പണി ഞാൻ ചെയ്യും. വെച്ചേട്ടോ കാലം. പിന്നെ ഡോക്ടറിലെ ഡോക്ടറിന്റെ പണി ഞാൻ അങ്ങ് ചെയ്യും. ഡോക്ടറിന്റെ പണി എന്തോ ചെയ്യും? ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഡോക്ടറിന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഡോക്ടർ വരാൻ പറ്റിയില്ല, വയറ്റിലെ കിടന്ന് കുരുങ്ങിപ്പോയി. അപ്പം സമയത്തിന് ഓപ്പറേഷൻ ചെയ്യണമല്ലോ. അത് വേണം. ഞാൻ കയറി അങ്ങ് ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ രോഗിയുടെ കാര്യം ഓക്കെ, ഒരു കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. അല്ല, ഇതിന്റെ വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? നിങ്ങളെ കാര്യം ചെയ്താ പോരെ? ടാർഗറ്റ് ഫില്ല് ചെയ്യണ്ടേ? ടാർഗറ്റ് ഞാനല്ലേ മാനേജർ. ഇപ്പൊ രോഗിയില്ലെങ്കിൽ രോഗിയില്ലാത്ത ബെഡിൽ ഞാൻ കയറി കിടക്കും. രോഗിയില്ലാത്ത ബെഡില് ഞാൻ കയറി കിടക്കും. ടാർഗറ്റ് ഫില്ല് ചെയ്യണമല്ലോ. അല്ല, നിങ്ങൾക്ക് എന്തിന്റെ സൂക്കേടാണ്? ഇത് തന്നെ എല്ലാരും ചോദിക്കുന്നത്, നിനക്ക് എന്തിന്റെ സൂക്കേടാന്ന്. സത്യം പറയാൻ എനിക്കൊരു സൂക്കേടും ഇല്ല. നിങ്ങൾക്ക് സത്യത്തിലൊരു സൂക്കേടുണ്ട്. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞുതരാം. എന്ത്? കൃമിയടി. അല്ലെങ്കിൽ പിന്നെ നീ എന്തെങ്കിലും ഇങ്ങനെയുള്ള അഭിപ്രായത്തിനൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ഇതെല്ലാം കൂടെ ടാർഗറ്റ് ഫില്ല് ചെയ്ത് വരണ്ടേ? ആ ടാർഗറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് വിളി വരും, MD-യുടെ വിളി വരും. അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങോട്ട് നോക്ക്. അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന രോഗിയെ കണ്ടോ? കാലുവേദനയായിട്ട് വന്നതാണ്. ലക്ഷപ്രഭു. ഞാനാ ലക്ഷപ്രഭു ആക്കിയത്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ ലക്ഷപ്രഭു ആവും അല്ലേ? ആകും. പക്ഷെ നേരത്തെ കോടീശ്വരനായിരിക്കണം. അങ്ങനെ ലക്ഷപ്രഭു ആവും. അങ്ങനെ. എന്താ ഈ ഹോസ്പിറ്റലിന്റെ പേരെന്താ? ഈ ഹോസ്പിറ്റലിന്റെ പേര് ഇങ്ങോട്ട് കയറി കണ്ടില്ലായിരുന്നോ? ഇല്ല. ദേവലോകം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ.
യമലോകം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നാക്കണം. അതാണ് നിന്റെ ഈ പരിപാടിക്ക് പറ്റിയ പരിപാടി. ചുമ്മാ കഴുത്തറുപ്പ് പരിപാടിയാണ്. ഉണ്ടോ കഴുത്തറുപ്പ് പരിപാടിയൊന്നും ഇല്ല. ഒരു പനിക്ക് 10,000-5,000 രൂപ മേടിക്കും. അതിൽ കൂടുതൽ ഞങ്ങൾ വാങ്ങിക്കാറില്ലല്ലോ. അല്ല, ഞാനെന്നാ കൂടെ നിൽക്കട്ടെ. ആംബുലൻസ് വന്നെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ശബ്ദം നിർത്താൻ പോകണോ? അല്ല, നിർത്താൻ പോവല്ല. ആംബുലൻസ് സമയത്തിന് അവിടെ ആളില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ മെഡിക്കൽ കോളേജിലോട്ട് വിടും. അവിടെ ഫ്രീ അല്ലേ, പിടിച്ചു നിർത്തിയില്ലേ കിട്ടത്തില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ പൊന്നു ദൈവമേ, ഒരുപാട് മാനേജർമാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ടാർഗറ്റ് തയ്ക്കാൻ വേണ്ടിട്ട് പാവങ്ങളെ കൊല്ലന്മാരെ. ഇത്രയും നേരം അവിടെ പോയി നടന്നേ, താമസിച്ചല്ലേ നീ? നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലേ? നിങ്ങളുടെ നാട്ടിൽ വണ്ണം വെക്കുന്നതിനെ ക്ഷീണിക്കണമെന്നാണ് പറയണത്. നീ ആശുപത്രിയിലെ പടിക്കെട്ടി കയറി മുകളിൽ വന്നായിരുന്നു. വന്നു. ചെറിയൊരു ക്ഷീണം വന്നില്ലേ? ക്ഷീണം വന്നു. ഞാൻ ആ ക്ഷീണമാണ് പറഞ്ഞത്. അത് ക്ഷീണമാണല്ലേ? എനിക്ക് കത്തിയില്ലേ? അതുപോലെ നിന്റെ ആശാൻ ഇറക്കി ഇവിടെയുണ്ട്. പിന്നെ അകത്ത് കപ്പ വിടുങ്ങാൻ വെച്ചിക്കല്ലേ ഇറക്കി ഇവിടെ കൊണ്ട് വെക്കാൻ വേണ്ടി. ഐസി കിടക്കാണ്. ഐസി എനിക്ക് പ്രശ്നമൊന്നുമില്ല. നിന്റെ ആശാനാണെങ്കിലും അത് എന്റെ ഭാര്യയുടെ അച്ഛനാണ്. എടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അങ്ങനെ ഒന്നുമില്ലെങ്കിലും അറിയപ്പെടുന്ന എങ്ങനെയാണെന്ന് അറിയോ? സർവശ്രീ നാണു ആശാൻ എന്നാണ്. അങ്ങനെയല്ല, പിന്നെ സർവത്ര നുണ ആശാൻ. അങ്ങനെയാണ് പറയാനുള്ളത്. ഇല്ലാത്ത കള്ളം പറഞ്ഞിട്ടാണ് അയാളെ മോളെ എനിക്ക് കെട്ടിച്ചെന്നത്. അറിയാമോ? പതുക്കപ്പെട്ടത് ആശുപത്രിയാണ്. എങ്ങനെ എന്ത് കള്ളം പറഞ്ഞു? എന്ത് കള്ളം പറഞ്ഞു? എനിക്ക് സ്ത്രീയുടെ പൈസ തരാനുള്ള തന്നിട്ടില്ല ഇതുവരെ. അത് പോയിട്ട് നിന്റെയൊക്കെ ബാല വർഷം ഇറക്കാൻ വേണ്ടിട്ട് 50,000 രൂപ ചാനൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് തിരിച്ചു തന്നില്ല. അതൊക്കെ പോട്ടെ, എനിക്ക് സ്ത്രീയുടെ വേണ്ടത് വെക്കാം. ഈ കടം വാങ്ങിച്ച പൈസ തിരിച്ചതാ. അപ്പൊ ഞാൻ ചോദിച്ചാൽ പറയുന്നത് വീട് മൊത്തം എഴുത്തരാന്ന്. 10 കൊല്ലോടെ പറഞ്ഞുകൊണ്ടിരിക്കോണ് ഇതുവരെ എഴുത്തതില്ല. ഇന്ന് എനിക്കിത് വേണം. എടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ഐസി കിടക്കുന്നു. അവിടേക്ക് ശ്രീധരൻ ചോദിച്ചു വരുന്നു. സത്യം പറഞ്ഞ ക്ലീശയാണ് ഇത്. പക്ക റോങ് ആണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. അതിന്റെ ഇടയിൽ കൂടി നീ എങ്ങനെയാ ഈ മുദ്രപത്രത്തിൽ ഒപ്പിട്ട് വാങ്ങി? അതാണ് നാക്ക് വെച്ചിട്ട് എങ്ങനെ ഒപ്പിട്ട് വാങ്ങി? നാക്ക് വെച്ചിട്ടില്ല, നേക്ക്. ഞാൻ അകത്തോട്ട് കയറി ചെന്നു. എന്നിട്ട് അമ്മാവനോട് പറയുന്നു, അമ്മാവ എനിക്ക് സ്ത്രീധനം വേണ്ട. അപ്പൊ അമ്മാവൻ പറയും ദാ ഇങ്ങനെ. അപ്പൊ തന്നെ ഈ സ്ഥാനം പറഞ്ഞിട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുത്ത് വാങ്ങി. കൊള്ളാം കേട്ടാ. ഒരുമാതിരി മനസാക്ഷി ഇല്ലാത്ത പരിപാടിയായി പോയി. ഒരു കുഴപ്പമില്ല. മനസാക്ഷിയുടെ പറയേ ചെയ്യരുത്. കാരണം കഴിഞ്ഞ മാസം എന്റെ ഭാര്യ കൊച്ചുകളെ എടുത്തോണ്ട് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോയി തിണ്ണയിരുന്ന് തത്ത പറയുന്ന പോലെ പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല. തത്ത പറയും പോലെ പറഞ്ഞിട്ടാണ് കേൾക്കാത്ത. നീ മനുഷ്യർ പറയും പോലെ പറഞ്ഞു നോക്ക്. അങ്ങനെ കറക്റ്റാ കേട്ടേ. മനുഷ്യൻ പറയുന്ന പോലെ പറഞ്ഞത്. എന്നാലും വളരെ മോശമാടാ. എന്നാലും വളരെ മോശം. ഇങ്ങനെയൊന്നും ഇവിടെ കിടന്നത് കാണിക്കാൻ ചെയ്യരുത്. എന്ത് കാണിക്കാൻ ചെയ്യരുത്? നീ ഒന്ന് പോയേ. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. ഇന്ന് വൈകിട്ട് 6 മണിക്ക്. വൈകുന്നേരം 6 മണിയാ? നേരിട്ട് 6 മണി. പിന്നെ എടാ, വൈകിട്ട് 6 മണിക്കെന്ന്. വൈകിട്ട് 6 മണിക്ക്. വൈകിട്ട് 6 മണിക്ക് ബാലയുണ്ട്. ആശാൻ ബാല കളിക്കാൻ വരുമ്പോ പകരം ആര് ഐസി കയറി കിടക്കും? അല്ല, അങ്ങനെയല്ല. ഈ ആശാന ഐസി കിടക്കല്ലേ, പകരം ആരെ ഞാൻ ബാല കളിക്കാൻ കൊണ്ടുപോകുന്നു. ഞാൻ ആ ടെൻഷൻ കൊണ്ട് വന്നു പോയത്. നീ പറയും പോലെ അല്ല. കഴിവുള്ള എന്തെങ്കിലും ആൾക്കാർ ചെയ്യണം. ആശാൻ പറയുമ്പോണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഐഡിയ പറഞ്ഞു തരാം. പക്ഷെ ഒരു കേസ്, ഇന്ന് ബാല നടക്കും. ബാലയുടെ ഫുൾ പൈസ എനിക്ക് തരണം. നിനക്കുള്ള ശമ്പളം ഞാൻ തരാം. സമ്മതിച്ചാ? നടക്കണ കാര്യമല്ലോ ഉണ്ടായി പറയണേ. എന്ത് കാര്യമെന്ന് പറഞ്ഞു ആദ്യം. ഞാൻ കയറി അഭിനയിക്കാം വേഷം. ആ വേഷം ഞാൻ കയറി അഭിനയിക്കാത്. നിനക്ക് വിശ്വാസമല്ലേ? നീ ഈ സീസണിലാണല്ലോ ഇങ്ങനെ വന്നത്. ഞാൻ 4 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് കളിച്ചിട്ടുണ്ട് ബാലയിൽ. ഞാൻ മറ്റേ ഇതൊക്കെ ആയിട്ട് അഭിനയിച്ചു. ജിമ്മായിട്ട് ബാലയില്ല? അല്ലല്ല, പിന്നെ ചരിത്ര പുരുഷനായിട്ട്. ചരിത്ര പുരുഷനാ? ഇവിടെ ചരിത്ര പുരുഷൻ എന്ന് പറഞ്ഞാൽ പഴയ ധീര യോദ്ധാക്കന്മാർ അല്ലെങ്കിൽ നവോത്ഥന നായകന്മാർ, അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടാണ് വന്നത്. ഒരു വാളും പരിചയം കൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോ മെക്കാളെ പ്രഭു ഇങ്ങനെ നടന്നു വരികയാണ്. ബ്രിട്ടീഷുകാരൻ. ഞാൻ മുഖത്തോക്കി പറയും, ഈ ഇന്ത്യൻ അധിനിവേശ ഭൂമി ഇറങ്ങി പോടാ ബ്രിട്ടീഷ് പട്ടി. പിന്നെ അങ്ങോട്ട് പച്ച തെറിയാണ് 1 മണിക്കൂർ നിന്ന് തെറി പറയും. ഇത് ഏത് കഥാപാത്രം എന്ന് പറഞ്ഞ? കളരിയിൽ കുങ്കൻ. നിന്ന് തെറി പറയുമെങ്കിൽ കളരി കുങ്കനല്ല, ചുഴലിയിൽ തങ്കൻ. അങ്ങനെ ഒരാളുണ്ട്. എടാ, നിനക്കിതൊന്നും നടക്കത്തില്ല. നിനക്കറിയാവോ, ഇന്ന് പോലീസുകാരാ ഇന്ന് ഞങ്ങളെ ബാല ബുക്ക് ചെയ്തിരിക്കുന്നത്. ആചാരം ഇവിടെ കിടക്കുന്നത്. നാളെ ഇവിടെ നിറച്ച് ഞങ്ങളായിരിക്കും. എന്റെ പരിപാടിയിലുള്ള ആൾക്കാരായിരിക്കും. അതിനൊരു തീരുമാനം ഉണ്ടാക്കി. നിന്റെ ബാല ഡയലോഗ് പറഞ്ഞ ഇതൊക്കെ വേണോ? ഒന്നാമത് ഇവിടെ എന്റെ ആവശ്യമുണ്ടോ? 35,000 ഞാൻ പറയാം. പള്ളിക്കഞ്ഞിയും കുടിച്ചിട്ട് അന്തപുരത്തിൽ അന്തിയിറങ്ങുന്ന മാതിലപുത്രി, തുറക്കൂ വാതിൽ. പഴങ്കഞ്ഞിയും കുടിച്ചിട്ട് മുറിക്കാത്തിറങ്ങണ മാമന്റെ മോളെ, തുറക്കൂ വാതിൽ. ഇതല്ലേ ഇതിന്റെ അർത്ഥം? അർത്ഥം അതാണെങ്കിലും ബാല പറയുമ്പോ അങ്ങനെ ഒരു ടോണില്ലേ? എന്തിന് നാച്ചുറലായിട്ട് പറയണം? നാച്ചുറൽ. ഇതൊക്കെ കൊട്ടാരത്തിലെ ഡയലോഗാണ്. അളിയായിരുന്നാണ്. ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന ആരെങ്കിലും നിങ്ങളെ ബാലയെ കാണാൻ വരുമോ? ഇല്ല. ഈ ഫ്രണ്ട് ഇരിക്കുന്ന എല്ലാം സാധാരണക്കാരെ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലുണ്ട് ഡയലോഗ് എഴുതാം. മനസ്സിലായ? നീ പറയും പോലെ നീ പോയ ശരിയാകത്തില്ല. ഈ ആശാനാണ് ഈ കഥാപാത്രം ചെയ്യണത്. ആശാൻ വേദിയിൽ വരുമ്പോഴുള്ള ജനങ്ങൾ ഇങ്ങനെ കോരി തരിക്ക് ഈ ഡയലോഗ് പറയും. ഈ ഡയലോഗിന്റെ ലാസ്റ്റ് ഒരു ചിരിയുണ്ട്. ആ ചിരിയിൽ സ്റ്റേജ് വിറയ്ക്കും. ചിരി പറഞ്ഞു മാതിലപുത്രി വാതിൽ തുറക്കൂ. അതുപോലെ
ഇല്ല അതുപോലെ നല്ല നല്ല വേണം. സ്റ്റേജ് കുലുങ്ങണം. ഈ കുലുങ്ങാനല്ല. ഓക്കെ. അവന് കുഴപ്പമൊന്നുമില്ല. സ്റ്റേജ് ചിരിച്ചു കുലുക്കണമെന്ന് പറഞ്ഞപ്പോ ചിരിച്ചു തൊണ്ട കുരുക്കി വെച്ചിരിക്കുക. ഇവിടെ കിടന്ന് ചിരിച്ചാൽ ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യും 5000 രൂപ മിനിമം. നിങ്ങൾ ഈ ഫ്ലാസ്ക് ഒക്കെ ഇങ്ങോട്ട്. അയ്യോ ഞാൻ ചായ മേടിക്കാൻ പോയതാണ്. പിയൂണിന് ചായ മേടിക്കാൻ വേണ്ടി പോകും. പിയൂണിന് ചായ വാങ്ങിക്കാനാ? പിയൂണല്ലേ ചായ വാങ്ങിക്കേണ്ടത്? അല്ല ഇവൻ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും. ഒരു ദിവസം 3 ചായ കുടിക്കും. 3 മണിക്കൂർ പോയില്ലേ ഞാനാകുമ്പോ പോയി ടക്കനെ വാങ്ങിച്ചോണ്ടാ കൊടുക്കും. അപ്പൊ അവന്റെ സമയം മനസ്സിലായി. എന്നിട്ട് ചായ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ തന്നെ കക്കൂസ് കഴിയാൻ കിടും. നിങ്ങൾ തന്നെ കക്കൂസും കഴിയും? നിങ്ങൾ എന്തിനാണ് ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അല്ല ഇവൻ ചായ കുടിച്ചിട്ട് കക്കൂസ് കഴിയാൻ കയറുമ്പോഴത്തേക്കും 2 മണിക്കൂർ അങ്ങനെ പോകും. അവന്റെ സമയം അങ്ങനെ പോകരുത്. അതുകൊണ്ട് ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യും. സംഭവം ഈ പുള്ളിയെ മനസ്സിലായ? ഇവിടുത്തെ പണിക്കാരനല്ലേ? പണിക്കാരനല്ല, ഇവിടുത്തെ മാനേജരാ. എല്ലാ പണിയും ചെയ്യും. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട്. എല്ലാ പണിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാ ഇവിടെ കഴുകാത്ത പാത്രം വരെ ഞാനാ കഴുകി വെക്കുന്നത്. കഴുകാത്ത പാത്രമൊക്കെ എന്തിനാ നിങ്ങൾ കഴുകി വെക്കണേ? എന്നാ കഴുകി വെച്ച പാത്രം എന്തിനാ കഴുകി വെക്കുന്നത്? ചാക്കര പണി ഞാനാ ചെയ്തേക്കുന്നത്. പിന്നെ മൊത്തം ടാർജറ്റ് ഫില്ല് ചെയ്യേണ്ട ജോലി എനിക്കാണല്ലോ. അല്ലേ മോളിൽ നിന്ന് വിളി വരും. കഴിഞ്ഞ മാസം 5000 രൂപയുടെ കുറവുണ്ടായിരുന്നു. ഞാൻ പിന്നെ എന്ത് ചെയ്ത് ഉടനെ അടുക്കളയിൽ ചെന്ന് ഒരു ഉള്ളി എടുത്ത് 2 കീറി കക്ഷത്തങ്ങ് വെച്ച് 2 മണിക്കൂർ കഴിഞ്ഞാൽ പനിയായി. ഞാൻ ബെഡേ കയറി കിടന്ന് രോഗിയായി. അങ്ങനെ ടാർജറ്റ് തേക്കും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ ഒരാൾ അകത്ത് കിടക്കുന്നുണ്ട്. ഈ ആ ഒരു ബോധം വേണം. ഇവനാണ് അതിന്റെ മരുമോനാ, പുള്ളിയുടെ മരുമോനായത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മരുമോനായ സ്ഥിതിക്ക് ബില്ല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. 2,85,000 രൂപ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അടക്കണം. എടാ ഞാൻ അടക്കത്തില്ല. കാണിച്ചിട്ട് കാര്യമില്ല, ബില്ല് അടക്കണം. ഇല്ല ഞാനും മിക്കവാറും കൂടെ അഡ്മിറ്റ് ആകും. എനിക്കും അസുഖമായി ഇവിടെ കൂട്ട് നിന്ന് 2,85,000 രൂപ ആരാ അടക്കുന്നത്? ബില്ല് കാണിക്കാറില്ല. 2,85,000 രൂപ ഇന്നലെ 12 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് 1,00,000 രൂപ ആവോ? അപ്പൊ 24 മണിക്കൂർ ആയപ്പോഴത്തേക്ക് 85,000 മരുന്നും മണ്ണും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട്. മരുന്നും മണ്ണും അങ്ങനല്ലെന്ന്. സർവീസ് ചാർജ് ഇല്ലേ, നഴ്സിംഗ് ചാർജ് ഇല്ലേ, സ്കാവഞ്ചർ ചാർജ് ഇല്ലേ, ഡോക്ടേഴ്സ് ചാർജ് ഇല്ലേ, പിന്നെ മരുന്ന് ഗുളിക എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ പിന്നെ ഒരു 150 രൂപ അധികം എഴുതിയിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും ചെലവ് വന്നു കഴിഞ്ഞാലോ? ചെലവ് ചായ കുടിക്കാൻ എന്തെങ്കിലും ചെലവ് വേണ്ടത്? 2,85,000 രൂപ ടാർജറ്റ് ഫില്ല് ചെയ്യണം. അയ്യോ എന്റെ താടിയലിന്റെ ടാർജറ്റ് മാറിയിട്ടാണ്. താടിയല് ശരിയാക്കാൻ വേണ്ടിട്ട് എത്ര ലക്ഷം രൂപയാവും? 3,00,000 രൂപ. അപ്പൊ ഇതാണ് നിന്റെ ടാർജറ്റ്. സ്കിറ്റ് കഴിഞ്ഞു. നമ്മളിനി നേരെ അഭിപ്രായങ്ങളിലേക്ക് പോവുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ബിജുക്കുട്ടൻ ചേട്ടാ സ്കിറ്റ്? സജി, മണിക്കുട്ടൻ, അനീഷേ, തമാശയുടെ നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ICU സംഭവത്തിൽ നമ്മൾ ഒരാളെ അപ്പോൾ അകത്ത് നിർത്തിയിട്ട് ഒരു ക്യാരക്ടറെ അകത്ത് നിർത്തിയിട്ട് പുറത്തുള്ള കളി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. കാര്യം ഈ ICU യൂണിറ്റും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബടം നിൽക്കുന്നതും കാണുമ്പോൾ ഒരു തമാശ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞുകൊണ്ട് മണിക്കുട്ടൻ്റെ കൗണ്ടറുകൾ ഈ നമ്മൾ ഹോസ്പിറ്റലിൽ ടാർജറ്റ് തേക്കാൻ വേണ്ടിയുള്ള സംഭവം അത് നല്ല സംഭവമായിരുന്നു അത്. പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടാമതാണ് കുറച്ചും കൂടി നന്നായിരുന്നത്. പിന്നെ അനീഷ് വന്നപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് കയറി കേട്ടോ സ്കിറ്റ്. ഇത്തിരി തളമ്പം മട്ടിന്ന് ശരിക്കും അങ്ങോട്ട് കളിച്ചങ്ങോട്ട് കയറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പറയാനുള്ളത് തമാശകൾ കറക്റ്റായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലൈമാക്സ്, കാരണം നമ്മൾ ഈ തമാശകളില്ലെങ്കിൽ ക്ലൈമാക്സ് എത്ര നല്ല ക്ലൈമാക്സ് ആയാലും നമുക്കതും ഒരു മോശമായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നേരത്തെയുള്ള പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു തമാശകളുടെ കുറവുണ്ടായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്താണെന്ന് അറിയില്ല, ഈ ഒരു സ്കിറ്റ് അത്രക്ക് വലുതായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് കേട്ടാ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഷാജ് ചേട്ടാ? മണിക്കുട്ട, സജി, അനീഷ്, നല്ല എനർജി ഉണ്ടായിരുന്നു. സ്കിറ്റിന് നല്ലൊരു എനർജി ഉണ്ടായിരുന്നു. പക്ഷേ ഹ്യൂമറിൻ്റെ കുറവ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഫീൽ ചെയ്തു. പിന്നെ 3 പേരും നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. 3 പേരും അവരവരുടേതായ സ്കിറ്റുകളിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഹ്യൂമർ കുറവ് വരുന്ന ചിലപ്പോൾ സ്ക്രിപ്റ്റിലുള്ള വിഷയങ്ങളുണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും കൂടെ നമുക്ക് ആ പ്ലേ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. നമ്മളൊരു ആസ് ആൻ പെർഫോമർ ഗംഭീരമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് കണ്ടിന്യൂസ് ആയി ചിരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കുറവ് മാത്രമേ ഫീൽ ചെയ്യുന്നുള്ളൂ. എന്തായാലും ഇനിയും നല്ല സ്കിറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നീട് അങ്ങോട്ട്. താങ്ക് യു ചേട്ടാ. നസീർക്ക? തുടക്കം ഗംഭീരമായിരുന്നു കേട്ടോ. തുടക്കം നല്ല രസമായിരുന്നു. പുള്ളി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനുള്ള കാരണവും നല്ലതായിരുന്നു. ആദ്യമായിട്ട് ജീവിതത്തിൽ 10-15 വർഷമായിട്ട്
ഈ ഫീൽഡിൽ നിന്നിട്ട് ആദ്യം ഉണ്ടാകുന്ന അനുഭവമാണ് ഒരാൾ ഒരു നോട്ടുമാല ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു നല്ല കാരണമായിരുന്നു. പക്ഷേ ആ കാരണത്തെ കണക്ട് ചെയ്ത് വന്ന ബാക്കി കാര്യങ്ങളിലാണ് നമുക്ക് ദാരിദ്ര്യം സംഭവിച്ചത്. ചിരിയുടെ കാര്യത്തിൽ അതെ അതേപോലെ മണിക്കുട്ടനും വന്നത് ഒരു സീരിയസ് മാറ്റർ പറയാനാണ്. ടാർഗറ്റ് തയ്ക്കുക എന്നുള്ളത് ഒരു സീരിയസ് മാറ്ററാണത്. പിന്നെ പാപ്പാല വന്നത്, അനീഷ് വന്നത് പറയുന്ന പോലെ അമ്മായിപ്പൻ ഹോസ്പിറ്റലിൽ കിടക്കുക, ശ്രീധനത്തിൻ്റെ ബാക്കി വായ്പ വാങ്ങിച്ചത്, ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ മാത്രമായി പോയതാണ് ഒരു ചെറിയൊരു വീക്ക് നമുക്ക് സംഭവിച്ചത്. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് ഒത്തിരി പറയേണ്ട കാര്യമില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ഗംഭീരമാക്കണം. ആ കണക്കാരി എത്രയോ മനോഹരമായ 3 ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഒന്ന് ആഞ്ഞു പിടിച്ചാലും നമുക്ക് നല്ല നല്ല സാധനങ്ങൾ തപ്പിയെടുക്കാൻ പറ്റും. കണ്ടന്റ് നല്ലതായിരുന്നു, അതിനെ ഫോളോ അപ്പ് ചെയ്ത ആ ഏരിയകളാണ് നമുക്ക് ശകലം വീക്ക് വന്നത്. അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമുക്കിനി മാർക്ക് ചോദിക്കാം അല്ലേ? നസീർക്ക് തുടങ്ങിക്കോളൂ. ഞാനൊരു 7,000 രൂപ. 7,000. ബിജുകുട്ടൻ ചേട്ടാ? ഞാനൊരു 6,000. 6,000. 13,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. സാവു ചേട്ടൻ ഇപ്പൊ റിവീൽ ചെയ്യുന്നതായിരിക്കും ചേട്ടാ. ബാക്കി ഞാനിതാ 20,000 രൂപയാണ് ഈ സ്കിറ്റ് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് അടുത്ത തവണ ഗംഭീരമായിട്ട് ഒരു കംബാക്ക് നടത്തി കളയാം അല്ലേ? അല്ലാതെ മാർക്ക്. താങ്ക് യു ചേട്ടാ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെയിൽ ഇനി അടുത്തൊരു സ്കിറ്റിനുള്ള സമയമായിട്ടുണ്ട്. വേദിയിൽ എത്തുന്ന നമ്മുടെ സ്വന്തം രജു ചേട്ടൻ, ഷൈജു പുന്നപ്ര ആൻഡ് മാളു ഗുരുവായൂർ. കൊടുക്കാം നല്ലൊരു കൈയടി. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കെ ചേർക്കണം നെഞ്ചി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എന്റെ ഈ വർക്ക്ഷോപ്പ് വലിയ തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും എല്ലാരെ പോലെ എനിക്ക് വലിയ കാശുകാരനാകണമെന്നോ സ്വർണം മേടിക്കണമെന്നോ ഗോൾഡ് വേണമെന്നോ ഒരു ആഗ്രഹമില്ല. എൻ്റെ ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ഒരു സിൽവർ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതെങ്കിലും സാധിച്ചു തരണേ ദൈവമേ. ഇതാണ് എൻ്റെ വർക്ക്ഷോപ്പിന്റെ പ്രത്യേകത. മണി 7 ആവുള്ളൂ, എൻ്റെ പണിക്കാരൻ പണി ആരംഭിച്ചിട്ടുണ്ട്. കുട്ടപ്പായി കിടന്നുറങ്ങുന്ന എന്റെ സ്വപ്നങ്ങൾ തടസ്സമാവരുത് കേട്ടോ. സ്വപ്നത്തിലെങ്കിലും നീ നിന്ന് പണിയുന്നുണ്ടല്ലോ, അതെങ്കിലും ഭാഗ്യം. ഞാൻ ഈ സ്വപ്നത്തിൽ ഈ പണിക്കാരനല്ലായിരുന്നു, പിന്നെ ഞാൻ ജഡ്ജി ആയിരുന്നു. ഓർഡർ ഓർഡർ ഓർഡർ, അതായിരുന്നു എന്റെ സ്വപ്നം. 10ാം ക്ലാസ് തോറ്റ നീ ജഡ്ജിയല്ലടാ, കളക്ടർ. മുതലാളി എന്നിങ്ങനെ വേദനിപ്പിക്കരുത് മുതലാളി. അല്ല, എന്റെ സാഹചര്യം കൊണ്ടല്ലേ മുതലാളി ഞാൻ 10ാം ക്ലാസ് തോറ്റുപോയത്. എന്താണ് നിന്റെ സാഹചര്യം? നിന്റെ അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ ഹെഡ് മാസ്റ്റർ. അമ്മയ്ക്ക് എന്തായിരുന്നു പണി? അമ്മ ടീച്ചർ. ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ഇപ്പൊ ഇവിടുത്തെ ഡോക്ടറും ഒരു സ്ഥല വ്യവസായും ഒരു എഞ്ചിനീയറും. അപ്പൊ നിന്റെ സാഹചര്യമല്ല, നിന്റെ ബുദ്ധിയില്ലായ്മ, അങ്ങനെ പറഞ്ഞാൽ മതി. അത് വിഷമിക്കൊന്നും വേണ്ടടാ. നമ്മുടെ ഈ ഒരു കൊലയിൽ ഒരു 5 മാങ്ങ ഉണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ കേട് വന്ന് പൊഴിഞ്ഞു പോകണം. അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ കാര്യം പറഞ്ഞുതരാം, എന്റെ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ബുദ്ധിയുടെ കാര്യം നീ എന്റെ അടുത്ത് പറയല്ലേ കുട്ടപ്പായി. എടാ, ഡീസൽ വണ്ടിക്ക് പെട്രോളിന്റെ എഞ്ചിനും പെട്രോൾ വണ്ടിക്ക് ഡീസലിന്റെ എഞ്ചിനും വെക്കാൻ നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത്? എന്റെ മുതലാളി, ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ചേഞ്ച് ഞാൻ വെച്ച് കയറ്റി തരും. ഞാൻ ചോദിക്കട്ടെ, ഈ കാർ എന്തിനാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത്? അത് റേഡിയേറ്റർ ചൂടാവാൻ. എടാ, 1 മണിക്കൂറായിട്ട് എന്തിനാണ് റേഡിയേറ്റർ ചൂടാക്കുന്നത്? റേഡിയേറ്ററിൽ വെള്ളം ചൂടായാലും എനിക്ക് മുട്ട കൊടുക്കാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കണം. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അപ്പവും ഉള്ളിക്കറിയും മാത്രമേ മേടിച്ചുള്ളൂ. മുട്ടയും കൂടെ ആകുമ്പോൾ മിക്സ് മുട്ടക്കറിയും കൂടെ കഴിക്കാം, അതുകൊണ്ട് മേടിച്ചത് ചൂടാക്കിയിട്ടാ. ഇങ്ങനെയാണ് ഈ ബോണറ്റിന്റെ പുറത്ത് ബുൾസ ഉണ്ടാക്കുമല്ലോ. ബുൾസ അത് വെറുതെ ഉണ്ടാക്കാൻ പറ്റത്തില്ല മുതലാളി. നല്ല വെയിലുള്ള സമയത്ത് ബോണറ്റിൽ ഇങ്ങനെ മുട്ട ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല 1-ാം തരം ബുൾസ കിട്ടും, അറിയോ? നീ ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറം ചെയ്യുവാടാ. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. എടാ, ഇന്നലെ ഒരു അബദ്ധം പറ്റി. എന്തു പറ്റി? ഞാൻ എന്റെ പെണ്ണും പിള്ളക്ക് ഒരു ചുരിദാർ മേടിച്ചോണ്ട് കൊടുത്തടാ. ഇവളത് വടിപോലാക്കാൻ വേണ്ടി എന്തരുത് കഞ്ഞിവെള്ളത്തിൽ അങ്ങ് മുക്കിയിട്ട് അടുത്തോ എന്തുവാ ചുരിദാർ അങ്ങ് ചെറുതായി പോയത്. ഇതും പറഞ്ഞു വഴക്കും ബഹളവും എല്ലാം അങ്ങ്. അയ്യോ, പക്ഷെ ഞാൻ ഇവക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എന്ത് ഐഡിയ? ഞാൻ പറഞ്ഞു, നീ ആ കഞ്ഞിവെള്ളത്തിൽ അങ്ങ് കുളിക്കണം. കുളിച്ചെണീക്കുമ്പോ നീ അങ്ങ് ചെറുതാവും, അപ്പൊ ഡ്രസ്സ് കറക്റ്റ് ആവും എന്ന് പറഞ്ഞു. അയ്യോ, എന്ത് ബുദ്ധിയാണ് എനിക്ക്. ദൈവമേ, ഈ വർഷോപ്പ് ഞാൻ എങ്ങനെയാലും പൊക്കി മേലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് അപ്പാടെ തകർത്തോണം. ഭക്തി വേണോടാ, ഭക്തി. അല്ലെ വർഷാപ്പ് പൊളിഞ്ഞു ഭക്തി വേണം. ഒരു 2 ചന്ദനത്തിരി കത്തിച്ചിട്ട് നിനക്ക് തുടങ്ങാനില്ലല്ലോ. എനിക്ക് ദൈവഭക്തി ഇല്ല, ഞാൻ നിരീശ്വരവാദിയാ, മനസ്സിലാക്കണം. ഓട്ടാ, നിനക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ പണി തുടങ്ങാനില്ലല്ലോ. ഞാൻ പറഞ്ഞ നിരീശ്വരവാദി, എനിക്ക് ദൈവഭക്തി ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് വിശ്വാസം? ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ മോനാളി, എനിക്ക് വിശ്വാസം ഇല്ലെന്ന്. നിനക്ക് ദൈവവിശ്വാസം ഇല്ലേ? എന്റെ പൊന്നെ ഗുരുവായൂരപ്പനാണ് സത്യം, എനിക്ക് ദൈവവിശ്വാസം ഇല്ല. നീ ഇങ്ങനെ ഓരോ തെറ്റുകുറ്റങ്ങൾ അഴിക്കുമ്പോൾ നീ അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ മൊത്തം കൺഫ്യൂഷൻ ആയി പോയിക്കൊണ്ടിരിക്കുക. വേറെ കാര്യമുണ്ട്, ഇന്ന് പണിക്ക് വേറെ ആൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വാട്സാപ്പിലെ പണിക്ക് ഒരാൾ വരുന്നുണ്ട്. സമ്മതിക്കത്തില്ലേ? എന്ത്
മുതലാളി ഒരു പട്ടിക്കുഞ്ഞു പോലും കയറാത്ത ഈ വർക്ക്ഷോപ്പ് ഇത്രയും പണിത് റെഡിയാക്കി വണ്ടികളും ജീപ്പും കാറുകളും കൊണ്ടുവരാൻ കഴിവ് ഞാനല്ലേ കാണിച്ചത്. അപ്പൊ എന്റെ അനുവാദം ഇല്ല ഇവിടെ ആരും കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടാ നിനക്കൊരു കൈസഹായം ആയിക്കോട്ടെ എന്ന് കരുതി ഈ പറയുന്നത്. ഓ എനിക്ക് കൈസായൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പണം തിരക്കിക്കോളാം. ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇത്ര നാൾ നിന്നത്, അതുകൊണ്ട് ഇവിടെ ആരും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ സമ്മതിക്കത്തില്ല? ഇല്ല സമ്മതിക്കത്തില്ല. എന്നാ പിന്നെ അവളോട് വരണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം, അല്ലാതെ എനിക്കെന്തു ആരാരും എന്നാ പിന്നെ ആ പെങ്കച്ചനോട് വരണമെന്ന് പറയും. ഇന്നലെ എന്റെ അടുത്ത് ചോദിച്ചേ പണിക്ക് ഇവിടെ നിന്നോട്ടെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വിട്ടേക്കാം. അയ്യോ വേണ്ട, വരാൻ പറ. അല്ല വേണ്ട, ശരിയാത്തില്ല. അവർക്ക് ശമ്പളം കൊടുക്കണം. ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോ ശരിയാ, വേണ്ട 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 വിട്ടേക്കാം. മുതലാളി കട്ട് ചെയ്യണമെന്ന്. എന്ത് കട്ട് ചെയ്യണം? എന്റെ ശമ്പളത്തിൽ നിന്ന് പകുതി കട്ടിയിട്ട് ആ പെൺകൊച്ചിന് കൊടുക്കണം. ഇവിടെ കല്യാണം ഇരിക്കുന്നത്, അവളും ജീവിക്കണ്ടേ. അപ്പൊ നിന്റെ കൈ സഹായം നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട്? അത് ഈ കൈക്കാണ് സഹായം വേണ്ടെന്ന് പറഞ്ഞത്. ഈ കൈക്ക് ഇപ്പോഴും സഹായം വേണം എനിക്ക്. അവളെ വിളിച്ചോട്ടെ? മുതലാളി വിളിച്ചോണ്ടോ? അവള് പുറത്ത് ഇപ്പൊ നിന്റെ അനുവാദം കിട്ടിയിട്ട് വിളിക്കാന്ന് വെച്ച് പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് വിളിച്ചോണ്ടോ? വിളിച്ചോണ്ട് വരാം. ദൈവമേ, ഈ വർക്ക്ഷോപ്പിൽ കരിയോയിലും ഡീസലിന്റെയും മണം അടിച്ച് എന്റെ ജീവിതം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി വന്ന്, അപ്പൊ എന്റെ ജീവിതം പച്ച പിടിക്കും. ഈശ്വര, സുന്ദരി ആയിരിക്കണേ. ഈശ്വര ദൈവമേ, അടിപൊളി ആയിരിക്കണേ ഭഗവാനെ. എടാ കുട്ടപ്പ, എടാ ഇവിടെ കസ്റ്റമർ വന്നിരിക്കുന്നില്ലേ? ഞാനാ കുട്ടപ്പ, ഇത് എവിടെ പോകുന്നു? കോലമാണ് ഇത്. കോലവാ? എന്റെ പൊന്നു മുതലാളി, നമ്മുടെ വർക്ക്ഷോപ്പിൽ വല്ലവരും വന്നു കഴിയുമ്പോ വൃത്തിമനായിട്ടൊക്കെ നിൽക്കണ്ടേ നമ്മള്? അത് ശരി. ഉള്ള ഗ്രീസും ഒക്കെ ഉണ്ടല്ലോ മുഖത്ത്. ഗ്രീസ് ഉണ്ടല്ലേ? ഞാനത് ഓർത്തില്ല മുതലാളി. ഇപ്പൊ പോയില്ലല്ലോ. ഇപ്പൊ അടിപൊളി വൃത്തിയായി. എന്റെ പൊന്നു കുഞ്ഞ് ഐശ്വര്യമായിട്ട് വലത് കാലം വെച്ച് കയറി കേട്ടോ. പണിസ്ഥലമാണേ. ആരോ നെഞ്ചിൽ മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ഓരോ തൂവൽ എവിടെ കയറി പോകുന്നത്? അല്ല, ഞാനേ ഇത്ര നാൾ ഈ വർക്ക്ഷോപ്പിൽ കിടന്നിട്ടേ ഇങ്ങനെ സുന്ദരിയായ പെൺകുട്ടിനെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ പോരും. എന്റെ പൊന്നു കുഞ്ഞ്, ഇവിടെ വർക്ക്ഷോപ്പിന് കുറച്ച് ചിട്ടവട്ടങ്ങളും നിയമങ്ങളും കാര്യമൊക്കെ ഉണ്ട്. അത് ഞാൻ നിനക്ക് പറഞ്ഞു. അതെ, ഈ വർക്ക്ഷോപ്പ് ഇത്രയും പണിത് ഉയർത്തിയത് ആരാ? ആ നീ തന്നെ സമ്മതിച്ചു. ഒരു പണി അറിയാത്ത മുതലാളി ഇത്ര പണക്കാരനാക്കിയത് ആരാ? അത് നീ തന്നെ. ഈ പോക്കറ്റ് വന്ന വീഴുന്ന പണം ഞാൻ കാരണമല്ല ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം, മുതലാളി കൊണ്ട് മാറിയിരിക്കും. ഒരു പണി അറിയത്തില്ല, ഇന്റർവ്യൂ ചെയ്യാൻ എനിക്കല്ലേ അറിയാവുള്ളൂ. നമസ്കാരം, എന്തായിരുന്നു പേര്? मेरा नाम पूजा है। अभी काम आसान है कि काम चाहिए भाई, काम चाहिए प्लीज, काम चाहिए भाई, काम चाहिए। अरे भाई बोलो ना, काम चाहिए। എവിടുന്ന്? എടപ്പള്ളി ട്രാഫിക്കിലായിരുന്നു. ട്രാഫിക് പോലീസ് തന്നെയാണോ? ട്രാഫിക് പോലീസ് അല്ലടാ, ട്രാഫിക് ബ്ലോക്ക്. ഞാൻ പെട്ടപ്പോ ഇവള് കാറിന്റെ ഡോറിൽ വന്ന് മുട്ടി. ഞാൻ ഗ്ലാസ് താത്തിട്ട് ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ മൊബൈലിന്റെ സ്റ്റാൻഡ് വിൽക്കാൻ വന്നതാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു നോക്കി. വേണ്ടെന്നപ്പോ സിഗ്നൽ വീണ് ഞാൻ ചെയ്ത് ഇതും പൊക്കി ഗ്ലാസും പൊക്കിയിട്ട് മുന്നോട്ടങ്ങ് ആഞ്ഞതും എടാ ഇവിടെ കൈയകത്തും ഇവിടെ ഉടല് പുറത്തും. കൈ മുറിഞ്ഞെന്നും പറഞ്ഞ് എന്റെ അടുത്ത് ബഹളവും പരാതിയായിട്ട് വന്നിട്ട് അവർക്ക് പണിയില്ല ഒടിയില്ല, എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് നടക്കത്തില്ല. മുതലാളിക്കറിയല്ലോ, ഞാൻ ഒന്നാമത് സ്ത്രീ വിരോധിയും കൂടിയാണ്. സ്ത്രീകളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞു വിട്. 2 മാസം കഴിഞ്ഞ് പറഞ്ഞു വിട്ടോളാം. മുതലാളി പറഞ്ഞു വിടാനാ പറഞ്ഞത്. എനിക്ക് ഹിന്ദിക്കാർ ഇഷ്ടമല്ല. അന്യ സംസ്ഥാന തൊഴിലാളികളെ കാണുന്ന കാര്യ പറഞ്ഞു വിട്. ഞാനല്ല നമുക്ക് ശമ്പളം കൊടുക്കുന്നത്, പിന്നെ നിനക്കെന്താ? ഓഹോ, മുതലാളിത്തം കൊള്ളാം, മുതലാളിത്തം കൊള്ളാം. അതെ, ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചായിരുന്നു ഇവിടെ. എന്തുവാടാ? ആ വണ്ടിക്ക് വെക്കാനുള്ള ബാട്ടിൽ മേടിച്ചാ? അയ്യോ മറന്നുപോയി. ആ വണ്ടിക്ക് ബാട്ടിൽ കുടിക്കാനുള്ള വെള്ളം മേടിച്ചാ? മേടിക്കാം. എഞ്ചിൻ വരെ മേടിച്ചില്ലേ? ഡോക്ടറിന്റെ വണ്ടിക്ക് വെക്കാനുള്ള വൈപ്പറും മേടിച്ചില്ലേ? എന്റെ പൊന്നു മുതലാളി മേടിക്കുന്നത് ആരും മേടിക്കുന്നതൊക്കെ കുറച്ച് ദേഷ്യം സത്യത്തിൽ ശരിക്കും മുതലാളി ഞാനാണ്, അതാ നീയാണ്. ഞാൻ മേടിച്ചോണ്ട് തരാം കേട്ടല്ലോ. മേടിച്ചോണ്ടോ? അതെ, ഓമ്പിതിനെ കൂടെ കൊണ്ടു. എന്റെ പൊന്നു കുഞ്ഞ് അവിടെ തൂക്കലും തുടക്കലും എന്തെങ്കിലും ചെറിയ വർക്കുമായിട്ട് നിക്ക്. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. അയ്യോ, അങ്ങോട്ട് പറഞ്ഞോടാ, ഇങ്ങോട്ടാണോ പറഞ്ഞു വിടുന്നത്? മുതലാളി പോയാ ഓട്ട്? അതെ അതെ, ഞാൻ വെറുതെ മുതലാളിയുടെ മുമ്പ് വെച്ച് വെറുതെ ദേഷ്യക്കാരൻ അഭിനയിച്ചതാ. എനിക്ക് വലിയ ദേഷ്യമൊന്നും ഇല്ല, ഞാൻ വളരെ പാവമാ. അത് മാത്രമല്ല, മുതലാളിയുടെ മുമ്പ് വെച്ച് ഞാൻ സമ്മതിച്ചു. ഞാൻ മുതലാളി ഓർക്കത്തില്ലേ കുട്ടിയുടെ സൗന്ദര്യത്തിന് മുമ്പ് ഞാൻ വീണ് പോയെന്ന്? അങ്ങനെ വരുത്താതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. എനിക്ക് ഹിന്ദിക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, മാഷെന്നൊന്നും വിളിക്കണ്ട, ചേട്ടായിന്ന് വിളിച്ചാൽ മതി. അതാ പറഞ്ഞ പായലൊക്കെ കഴുകിടാനാ മുതലാളി പറഞ്ഞത്. നടക്കട്ടെ പരിപാടിയൊക്കെ എന്താ? ഓ ദൈവമേ, ഭാഷ അറിയാതെ ഇപ്പൊ പെട്ടുപോയത്. അയ്യോ, ദൈവമേ, സമയോചിതമായിട്ടൊരു ഹിന്ദി പാട്ട് പോലും വരുന്നില്ലല്ലോ മനസ്സിൽ. ആ पलते सी जाना नहीं मुझे छोड़ के हो, मुझे छोड़ के. നമുക്ക് മലയാളത്തിൽ ഒന്ന് പിടിച്ചു നോക്കാം. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല.
ദേവദാർ പൂത്ത് മനസ്സിൻ്റെ ഹൃദയിൽ. ഇത് മലയാളം പാട്ടാണ് ചേട്ടാ, എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയാം. എന്നാ കൂടുതൽ മലയാളം ഞാൻ അങ്ങ് പഠിപ്പിക്കും. അതെ, എവിടുന്നാ വരുന്നേ? ആസാമിന്റെ അടുത്ത്. ആശാന്റെ വീടിന്റെ അടുത്താണോ വീട്? ഈ കള്ളപ്പാട്ടി ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ പെണ്ണ വീടിന്റെ അടുത്തുണ്ടെന്നുള്ളത്. ചേട്ടാ അതല്ല ചേട്ടാ, മേം ആസാം സേ ഹൂം. ഹിന്ദി? ആമാ. ഓക്കെ. ഈ വരുന്ന ഞായറാഴ്ച ഒരു 5-6 പേരും കൂടി അങ്ങോട്ട് വരണമെങ്കിൽ ഇവിടുന്ന് എത്ര മണിക്ക് പുറപ്പെടണം? കാശൊന്നും വേണ്ട, കാശ് കല്യാണം നടന്നാൽ മതി. ഞങ്ങളുടെ വീട്ടുകാരല്ലെങ്കിലും ശ്രീധരത്തിന് എതിരാണ്. എന്റെ കല്യാണം കഴിഞ്ഞ്. അതാണ് ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ വന്ന അപ്പൊ അതിന്റെ പ്ലഗ് അടിച്ചു പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ, ചേട്ടോ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 5 വർഷമായപ്പോ സെപ്പറേറ്റഡ്. സർപ്രൈസ്, ഇതാണ് കൊള്ളാവുന്നത്. അതെ, നിങ്ങൾ എന്തിനാ പിരിഞ്ഞ്? ആസാമിലെ ബഡാ ഗുണ്ടാ ഹേ. ഗുണ്ടാന്ന് വെച്ചാ ചേട്ടാ, എന്നെ ആരെങ്കിലും നോക്കി അവരെ പോയി ഇടിവെത്ത് കുത്ത് എല്ലാം ചെയ്യും. പെട്രോൾ പമ്പിന്റെ അടുത്താണല്ലോ ഈ പിടിയായിട്ട് ഞാൻ ചെന്നത്. ചേട്ടൻ പേടിക്കണ്ട, അയാളിപ്പോ ജയിലിലാ. ആണോ? അതെ അല്ലേ? ഉടനെ എങ്ങാനും വരുവോ പുള്ളി? ഉടനെ വന്നാൽ അപ്പൊ തന്നെ ജയിലിൽ പോവും. അതെന്താ അത്ര ഉറപ്പ്? ചേട്ടന് ഇപ്പൊ എന്നെ നോക്കിയില്ലേ, അപ്പൊ ചേട്ടന് കുത്തിക്കൊള്ളും. ജയിലിൽ പോവും. ചേട്ടൻ പേടിക്കണ്ട, ഞാൻ കേരളത്തിലുള്ള കാര്യം അയാൾക്ക് അറിയില്ല. അറിയരുത്, അവൻ ഒരിക്കലും അറിയാൻ പാടില്ല അതൊന്നും. ഇവിടെ താമസിക്കുന്ന താമസമൊക്കെ എവിടെ ആയിരിക്കും? ഞാൻ ഇവിടെ 2 മാസം ഇവിടെ തന്നെ. 2 മാസം ഇവിടെ താമസിക്കുന്നത്? എന്തിനാ 2 മാസം താമസിക്കുന്നത്? ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിച്ചൂടെ? ചേട്ടാ, എനിക്ക് പണി അറിയുള്ളൂ ചേട്ടാ. എന്തിനാ പണി അറിയത്തില്ല? ഞാനില്ലേ മുത്തേ പഠിപ്പിച്ചു തരാം നിനക്ക് പണി. ചേട്ടാ, പാട്ട് പാടി നടന്നാ മതിയാ? എനിക്ക് പണി പഠിപ്പിച്ചതാ ചേട്ടാ. പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഇങ്ങ് വരൂ. ഈ 4 വിരൽ ഉയർത്തു, തള്ളവിരൽ അമർത്തു, സ്പാനർ ഇങ്ങനെ എടുക്കണം, നട്ടിന് വെക്കണം, കറക്കണം, വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ കറക്കണം, കറക്കിക്കൊണ്ടേയിരിക്കണം, കറക്കണം 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 കറക്കണം. എന്തുവാടാ ഇത്? ബാഹുബലി ഹിന്ദി റീമേക്ക് അതോ ടൈറ്റാനിക്കോ? നാണക്കെട്ട പരിപാടി കാണിക്കരുത്. ഒരു മുറിയിലോട്ടോ ഒരു സ്ഥാപനത്തോടെ കയറി വരുമ്പോ ഒന്ന് മുട്ടണം, അതല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം. അല്ല, വെറുതെ കയറി വരരുത്. എന്റെ സ്ഥാപനത്തിൽ വരാനോ? അതിനല്ലാതെ ഇപ്പൊ ഒന്നും അറിയാത്ത നിരപരാധിയായ പെൺകുട്ടി ഞാനും കുറ്റക്കാരായില്ലേ? അറിഞ്ഞില്ലടാ, സോറി. ഇതൊക്കെ പഠിക്കുന്നത് സോറി, നീ ക്ഷമിക്ക്. ഞാൻ പറഞ്ഞ സാധനങ്ങൾ പറഞ്ഞ എല്ലാ കേബിളും ഓയിലും എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ടെന്നാ എല്ലാം ഇത് പണിയണം. ഓക്കെ, എല്ലാം ഉണ്ടല്ലോ. എന്നാ വൈകിട്ട് നിനക്ക് അടിക്കാനുള്ള കാര്യമില്ല. സന്തോഷിക്കുക, ഹാപ്പി കേട്ടാ. ഇതുള്ളത് ഇത് എപ്പോഴും തരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് മുതലാളിയോട് ഭയങ്കര ഇഷ്ടം. ഇവിടുത്തെ പരിസരം വർഷാപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ? ആണോ? പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കരുത് കേട്ടല്ലോ. പിന്നെ വൈകുന്നേരത്തെ ഫുഡൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല കേട്ടാ. കുറച്ച് ആളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോ. മുതലാളി, അവളെ ആരോ പ്രാകുന്നുണ്ട് മുതലാളി. മുതലാളി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അവൾ ഹാജി ഹാജി നമ്മൾ തുമ്പുന്നുണ്ടല്ലേ? അവള് തുമ്പിയതല്ലടാ. ഹിന്ദി അറിയണം, ഹിന്ദി കേട്ടല്ലോ. എനിക്ക് ഹിന്ദി ഒന്നും അറിയത്തില്ല. മുതലാളി അവള് പണി പഠിച്ചോണ്ടിരിക്കുമല്ലേ, മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ? അല്ല പിന്നെ ഇത് പുള്ളിക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ട് വന്നാ, എനിക്ക് കഴിക്കാനല്ല. ചേട്ടാ, ഞാൻ കുടിക്കും ചേട്ടാ. ആണല്ലേ? എന്താണ് മുതലാളി? ഇത് അവളല്ലേടാ? ലഹരി. ലഹരിയോ? ശരിയാണ് മുതലാളി, അവളിപ്പോൾ എനിക്ക് മനസ്സിലായി ലഹരി തന്നെയാണ് മുതലാളി. ഇങ്ങോട്ട് വന്നേ. ഇത് അവളുടെ ഫോട്ടോ അല്ലേ? ഇത് ഞാൻ നോക്കട്ടെ, വിട്ടെ. നോക്ക്. അല്ല മുതലാളി, അവക്കൊരു കടുകണ്ണയുടെ മണോ? അന്യ സംസ്ഥാന തൊഴിലാളികൾ ലഹരിയുമായി കേരളത്തിലേക്ക് പോലീസ് വലയത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം. 1 ലക്ഷം രൂപ നമുക്ക് കിട്ടുവാടാ. ഉറപ്പാണല്ലോ? പിടിക്കടാ, 1 ലക്ഷം രൂപ നമുക്കുള്ളയാടാ. ഞാൻ പിടിക്കാൻ പോവാണ്. ഒന്നുമില്ല എന്റെ പൊന്നമ്മച്ചി, ഒന്നുമില്ല. എന്താടാ? അതെ, ഞാൻ അവളെ പിടിക്കത്തില്ല മുതലാളി. എന്താ കാര്യം പറ. കാര്യം എന്ന് പറഞ്ഞാലേ, ഇവളെ പിടിച്ചു കൊടുത്ത 1 ലക്ഷം രൂപ കിട്ടും. പക്ഷെ പിടിച്ചു കൊടുത്തതിന് ശേഷമേ സ്ത്രീകളെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ ഞാൻ സർക്കാരിന് അടിച്ചു കൊടുക്കേണ്ടി വരും. എങ്ങനെ അതില്ല മുതലാളി? എങ്ങനെ നാട് നന്നാകും? മാനസ
ചേച്ചി ശരിക്കും ഹിന്ദി അറിയോ? ഇനി പറയാറില്ല, എഴുതിയത് വായിക്കാൻ അങ്ങനെ അർത്ഥം അറിയും, പറയാനാണ്ട് അറിയില്ല. കൊച്ചു കള്ളി, എന്നിട്ട് ആസാമീസ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നു. നല്ലൊരു കൈഡി നമുക്ക് കൊടുക്കാം. സ്കിറ്റിന്റെ അഭിപ്രായം നമുക്ക് നേരെ ചോദിക്കാം. ബിജുക്കുട്ടൻ ചേട്ടാ. ഷൈജു, റജു, മാളു എന്തോ അടിപൊളിയായിട്ടൊക്കെ എടുക്കാവുന്ന ഒരു സ്കിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു പറക്കം തളിയ ഒരു ലെവലിൽ വരേണ്ട ഒരു സാധനമായിരുന്നു. കാരണം 3 പേർക്കും ഈ കൊച്ചിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനം വരുന്നത്. കൗണ്ടറുകളൊക്കെ ചേർത്തുണ്ട്, പക്ഷേ ഇനിയും കുറേ ചേർക്കായിരുന്നു. കാരണം നമ്മൾ ആ ഒരു സാധനമൊക്കെയാണ് ഇതിനകത്ത് വിചാരിച്ചത്. കാരണം ആസാമിൽ നിന്നൊരു പെണ്ണ് വരുന്നു, ഹിന്ദി മാത്രമേ അറിയാൻ പാടുള്ളെങ്കിൽ നമുക്ക് മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൗണ്ടറൊക്കെ അടിക്കായിരുന്നു. പക്ഷേ മലയാളം ഹിന്ദിയൊക്കെ അറിയാവുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത്രയും ഒരു പീക്കിലേക്ക് പോകാതിരുന്നത്. നല്ലൊരു കണ്ടൻ്റ് ആയിരുന്നു അത്. കാരണം സ്കിറ്റിലൊന്നും അധികം കാണാത്തൊരു സാധനം വരും. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ സിനിമയിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ കണ്ടാക്കണം. ഇത്രയും നല്ലൊരു കണ്ടൻറ്റ് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ അതൊന്ന് ഇരുന്ന് വർക്കൗട്ട് ചെയ്തിരുന്നെങ്കിൽ അതിമനോഹരമായേനെ. ക്ലൈമാക്സിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നന്നായിരുന്നു. കൗണ്ടറുകൾ അടിക്കടി കൗണ്ടർ ഉണ്ടായി വേറൊരു ലെവല് സ്കിറ്റായതിനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരിക്കണമായിരുന്നു, ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറുകൾ പറഞ്ഞ് റിഹേഴ്സലിനാൽ കൂടുതൽ കൗണ്ടറുകൾ പറഞ്ഞ് അതിനകത്ത് നിറച്ചിരുന്നെങ്കിൽ വേറെ ലെവല് സ്കിറ്റായതിനെ. അപ്പോൾ നമ്മൊരു കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അതിനകത്ത് ചിരിക്കാനുള്ള കാര്യങ്ങളാണ് വേണ്ടത്. അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഗംഭീരമാക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. ഷാ ചേട്ടാ. നല്ല ഒരു പശ്ചാത്തലവും നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടാവാനുള്ള അല്ലെങ്കിൽ ഹ്യൂമർ ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ എനിക്ക് ഈ പറഞ്ഞ പോലെ ഹ്യൂമറിൻ്റെ ഏരിയ കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷേ കുറേ സ്ഥലങ്ങളിൽ ഹ്യൂമർ ഉണ്ടേനും, അങ്ങനെ തീരെ ഇല്ലായ്മയില്ല. പ്രണയം പോലെ ആ ഒരു സമയത്ത് പുള്ളി കയറി വരുന്ന സീക്വൻസൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതി ഹ്യൂമറിന് മാത്രം നമ്മളിപ്പോൾ എത്ര കൗണ്ടറുകളുണ്ട് എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. പിന്നെ നമുക്ക് എത്ര തവണ ചിരിക്കാം, ആ ചിരിയുടെ ഫ്ലോ കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ മാത്രമേ അതൊരു ഐറ്റം വേറെ ആവുന്നുള്ളൂ. അപ്പോൾ അത് ഉണ്ടായിരിക്കാം. അപ്പോൾ നമുക്കൊരു അഭിപ്രായം പറയുമ്പോൾ അങ്ങനെ ഹ്യൂമർ എന്ന് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അത്രയും ഹ്യൂമർ ഉണ്ടായാലല്ലേ നമുക്കും, അല്ലെങ്കിൽ അഭിപ്രായം വേറെ ഇതാവുമല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും നന്നായി എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ചിലപ്പോൾ പറയും എവിടെ നന്നായി എന്ന് ചോദിക്കുന്ന ഒരു കമൻറ്റ് വരുമ്പോൾ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ നല്ല കൗണ്ടറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം, മാക്സിമം ചെയ്യാവുന്നില്ല. കാരണം എക്സ്പീരിയൻസിൽ ഓക്കെ ആയി. ഇപ്പോൾ മാളൊക്കെ ഒരുപാട് ബെറ്ററായി. ഞാൻ ആദ്യം ഒരുപാട് എക്സ്പീരിയൻസിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ നന്നാവുന്നുണ്ട്, പക്ഷേ നമുക്ക് ഹ്യൂമർ കുറവ് അത്രയേ തോന്നിയുള്ളൂ. അല്ലാതെ സ്കിറ്റിനൊക്കെ വേറെ ബാക്കിയെല്ലാം നല്ലതാണ്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. നസീർക്ക. ടീം ഇപ്പോൾ കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ല, എന്തായിരുന്നു നമുക്ക് കുറവുണ്ടായിരുന്നതെന്ന് മനസ്സിലായല്ലോ. നല്ല 3 ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ കേട്ടോ. നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിൻ്റെ കൂടെ നല്ല കൗണ്ടറോടെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. അതാണ് നമുക്കിവിടെ ഈ ക്ഷാമം വരുന്നത്. നിങ്ങളോട് മാത്രമല്ല എല്ലാ ടീമിനോടും നമ്മൾ കൗണ്ടറുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. കാര്യം ചിരിയുടെ ഒരു വേദിയാണല്ലോ ഇത്. അപ്പോൾ ചിരിക്കാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മളൊരു സ്റ്റോറി കേട്ടിട്ട് കഥയില്ല, ഒരു കഥ കേട്ടിട്ട് കഥയില്ല. ആ കഥയ്ക്കകത്തുണ്ടാകുന്ന കോമഡിയാണ് ആ കോമഡിയാണ് നമ്മൾ അളക്കുന്നത്. എന്നാൽ അതിനൊരു കഥയും വേണം, അതിനൊരു കറക്റ്റ് അതിൻ്റെ എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടത് ആ ചേരുവകളൊക്കെ അത് ചേർക്കുകയും ചെയ്യണം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കൗണ്ടറുകൾ എന്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഒരു 10-15 കൗണ്ടർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലേ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാവും. കഥയ്ക്കുള്ളിലുള്ള കൗണ്ടറുകൾ, അല്ലാതെ കൗണ്ടറുകൾ കുറച്ച് അവിടെ നിന്നും വെട്ടി ഇവിടെ നിന്നും വെട്ടി അങ്ങനെ കൊണ്ട് ചേർക്കുന്നതല്ല. നമ്മുടെ കഥ ഇപ്പോൾ ഇത് വർക്ക്ഷോപ്പാണ്, അവിടെ ഒരു ഹിന്ദിക്കാരി പെണ്ണ് വരുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെ മാച്ചാകും, ഓരോ കണ്ടൻറ്റ് കിട്ടുമ്പോഴും അങ്ങനെ ഒന്ന് ചിന്തിച്ചെടുത്താൽ അതിന് വേണ്ട സാധനങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അപ്പം നല്ല ആർട്ടിസ്റ്റുകളായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. കാര്യം നിങ്ങൾക്ക് കളിച്ചെടുക്കാൻ പറ്റും, നിങ്ങളത് തെളിയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം കൗണ്ടറിന് വേണ്ടിയിട്ട് മെനക്കെടുക, ഒരുപാട് പൈസ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോവുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. നമുക്കപ്പോൾ മാർക്കിലേക്ക് കടക്കാം അല്ലേ? ഷാജു ചേട്ടാ, ചേട്ടൻ തുടങ്ങിക്കും. ഞാനൊരു 7000 രൂപ. 7000. ബിജുക്കുട്ടൻ ചേട്ടാ? ഞാനൊരു 5000 രൂപ. 5000. അപ്പോൾ 12000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി ഫൈനൽ നസീർക്ക. ബാക്കി 20,000 രൂപയാണ് ഈ സ്കിറ്റ് നേടിയിരിക്കുന്നത്. കുഴപ്പമില്ല. ഐ തിങ്ക് കഴിഞ്ഞ സ്കിറ്റ് നല്ല അടിപൊളിയായിരുന്നു അല്ലേ? അതേപോലെ ഇനി അടുത്ത സ്കിറ്റ് അടിപൊളിയാകും, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ ഒരു ഡബിൾ ധമാക്ക എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാരും ഒരുപാട് ചിരിച്ചു അല്ലേ? കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓഡിയൻസ് നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരെയും ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.